ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാം, PDF ഷെയർ ചെയ്യാം. വിസിബിൾ അല്ലേ ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം സ്റ്റാർട്ടിങ്ങിലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ 69 മേടയിൽ ഏതാന്ന് നോക്ക് കേട്ടോ. പുതിയ റാങ്ക് ഫയലിൽ ഇനി ചേഞ്ച് ഉണ്ടോന്ന് അറിയില്ല. ഇതിലെ ക്വസ്റ്റ്യൻ നമ്പർ 69 ഒന്ന് എടുത്തേ. മുമ്പത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്താ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായില്ലല്ലോ. ഓക്കെ, അത് ഈ പ്രോബ്ലം എടുക്കും കേട്ടോ. വെറുതെ ഒന്നുമില്ല, എളുപ്പമാണ്. എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കണക്ടിങ് 2 ഫ്ലോർസ് വിത്ത് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ്. ആ ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4.2 മീറ്റർ. അതിന്റെ റൈസ് തന്നിരുന്നത് 15 സെന്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യാത്? എളുപ്പമല്ലേ ഇത്? എങ്ങനെ ചെയ്യാം? നമ്പർ ഓഫ് ത്രെഡ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫ്ലോറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇതെന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എന്താ ഇവിടെ കണ്ടിരിക്കുന്നത് നിങ്ങൾ? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ എന്താ, എവിടെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധാ ടൈപ്പ് സ്റ്റെയർ, അതിനാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. എങ്ങനെ വരുന്നത്? ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലാൻഡിങ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. ആ ടൈപ്പ് സ്റ്റെയറിനെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. സോ അവിടെ ആദ്യം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക എന്താ? നമ്പർ ഓഫ് റൈസേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? സോ നമുക്ക് ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 4.2. സോ 4.2നെ 15 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കിയേ. 4.2 മീറ്റർ ആണ്. അത് ഡിവൈഡഡ് ബൈ 15 ചെയ്ത് നോക്കുക. അപ്പൊ എത്രയാ വരുന്നത്? 28 ഡിവൈഡഡ് ബൈ 28. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? നമ്പർ ഓഫ് റൈസേഴ്സ് ആണ് കിട്ടിയത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ്സ് ആണ്. സോ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ത്രെഡ്സ് എങ്ങനെയാണ്? n-2 ആണ് ഇൻഡിക്കേഷൻ. ഓക്കെ, അതായത് രണ്ട് ഇതിലേക്ക് വരുന്നില്ല, അത് കാരണം n-2 ആണ് ഇൻഡിക്കേഷൻ വരുന്നത്. നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് പറഞ്ഞു. n എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് റൈസേഴ്സ്. അപ്പൊ എത്രയാ വരിക? 28 minus 2, that is 26. 26 number of threads ആണ് ആ ടോട്ടൽ ഉണ്ടാവുക ആ ഒരു സ്റ്റെയറിൽ. ക്ലിയർ ആണോ? ഇനി അടുത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്, n-1 വരുന്നത് സാധാ ടൈപ്പ്. ഇപ്പൊ ഡോഗ് ലെഗ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് ത്രെഡ്സ് ഈക്വൽ ടു n-2 ചെയ്തത്. ഇനി സാധാ ടൈപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? n-1 ആണ് എടുക്കുക. എപ്പോഴും ആദ്യം നമ്പർ ഓഫ് റൈസേഴ്സ് ആണ് കണ്ടുപിടിക്കുക. ആ ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ, അതായത് ഒരു ഡെപ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൈസേഴ്സിന്റെ ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് റൈസേഴ്സ് കിട്ടും. ഓക്കെ, അത് അപ്പൊ നമ്പർ ഓഫ് റൈസേഴ്സ് -2 ചെയ്ത് കഴിഞ്ഞാലാണ് ഡോഗ് ലെഗ്ഡിൽ നമ്പർ ഓഫ് ത്രെഡ്സ് കിട്ടുന്നത്. സാധാ ടൈപ്പ് അടുത്ത ഒരു പ്രോബ്ലം അതുപോലെ തന്നെ വരുന്നുണ്ട്, നമ്മൾ ഇന്ന് കാണുമായിരിക്കും. അപ്പൊ അതിൽ 9-1 ആണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്പർ ഓഫ് ത്രെഡ്സ് കിട്ടുക. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? അവിടെ സൈഡിൽ എഴുതിയിടുക കേട്ടോ. റാങ്ക് ഫയലിൽ എങ്ങനെയാണ് സ്റ്റെപ്പ്? ആദ്യം നമ്പർ ഓഫ് റൈസേഴ്സ് ഇസ് ഈക്വൽ ടു 4.2 ഡിവൈഡഡ് ബൈ 4.2നെ മാറ്റാട്ടോ, അത് മീറ്ററിലാണ് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ 15 ചെയ്യുക. ദെൻ അപ്പൊ നമുക്ക് 28 ആണ് കിട്ടുക. ഓക്കെ, 28 മൈനസ് n-2 നമ്പർ ഓഫ് ത്രെഡ്സ് ഇസ് ഈക്വൽ ടു n-2 ഇസ് ഈക്വൽ ടു 28 മൈനസ് 2 ഇറ്റ് ഇസ് ഈക്വൽ ടു 26. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെടുത്ത് പോവാം. 260 വരെയാന്ന് തോന്നുന്നു. നമ്മള് 260 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. 261 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ അറിയാവുന്നതാണെങ്കിൽ ആൻസർ പറയാം കേട്ടോ. The bottom surface of a door or window opening is known as plinth, sill, lintel, step. ബോട്ടം സർഫസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബോട്ടം സർഫസിന് എന്താ പറയാ? സിൽ. ഓപ്ഷൻ ബി, സിൽ. അടുത്തത്, ദി മോൾഡിംഗ് പ്രൊവൈഡഡ് അണ്ടർ നോസിംഗ് ടു ബ്യൂട്ടിഫൈ ദി എലിവേഷൻ ഓഫ് ദി സ്റ്റെപ്പ്. കോഷ്യ, ഫില്ലർ, ലൈൻ ഓഫ് നോസിംഗ്, വിൻഡേഴ്സ്.
ഏതാണ് ഒരു സ്റ്റെപ്പിന് താഴെ ഒരു ഇതുപോലെ കൊടുക്കുന്ന ഒരു ബ്യൂട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന ആ ഒരു പ്രൊജക്ഷനെ നമ്മൾ എന്താ പറയാ? സ്കോഷ്യ. സ്കോഷ്യ. ഓപ്ഷൻ എ സ്കോഷ്യ. Dash is the surface of the abutment on which the arch rest. ആർച്ച് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സർഫസിനെ നമ്മൾ എന്താ പറയുന്നത്? കീ സ്റ്റോൺ, വേഴ്സസ്, ക്യൂബാക്ക്, സ്പ്രിംഗിങ് സ്റ്റോൺ. ഏതായിരിക്കും? കീ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എവിടെയാ? ടോപ്പില് ആ ഹയസ്റ്റ് പോയിന്റിൽ വെക്കുന്ന ഇതിനെയാണ് നമ്മൾ കീ സ്റ്റോൺ എന്ന് പറയുന്നത്. വേഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ആണ്. ഇനി ക്യൂബാക്ക് എന്താ? ഒരു സ്പെയിൽഡ് സർഫസ്. അവിടെ നിന്നാണ് നമ്മൾ ഈ യൂണിറ്റ്സ് വെച്ച് പോകുന്നത്. സ്പ്രിംഗിങ് സ്റ്റോൺ എന്ന് വെച്ചാൽ ആർച്ച് എവിടെ നിന്നാണോ സ്പ്രിങ്, അതായത് ആർച്ച് ആവുന്ന കെർവ് ചെയ്യുന്നത് ആ ഒരു അവിടെ വെക്കുന്ന സ്റ്റോണിനെയാണ് സ്പ്രിംഗിങ് സ്റ്റോൺ എന്ന് പറയുന്നത്. സോ ഡാഷ് ഇസ് ദ സർഫസ്. എവിടെയാണ് ആർച്ച് റെസ്റ്റ് ചെയ്യുന്ന സർഫസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വരിക? അത് ഇസ് ഓപ്ഷൻ സി ക്യൂബാക്ക് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ആർച്ചിന്റെ ആ ഫിഗർ എടുത്ത് നോക്കിയേ. ആർച്ച് എവിടെയാ വരുന്നത് നോക്കിയേ. ഡൗട്ട് ഉണ്ടോ അതില്? ആർച്ചില് ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് ക്യൂബാക്ക് വരുന്നത്, അവിടെയാണ് ആർച്ച് റെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ഇതിൽ വരുമ്പോൾ നോക്കിയിട്ട് വരാം കേട്ടോ. ആർച്ചിന്റെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കിട്ടിയോ പേജ് നമ്പർ ആർക്കെങ്കിലും? ആർച്ച് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ലേ? ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ആ സ്പ്രിംഗിങ് പോയിന്റ് ഒക്കെ വരുന്നില്ലേ? ആ സ്പ്രിംഗിങ് പോയിന്റ്, സ്പ്രിംഗർ അവിടെയൊക്കെ ആയിട്ട് ആ അബറ്റ്മെന്റ്, ആ ഇമ്പോസ്റ്റിന്റെ അവിടെയായിട്ട് ഒരു ചെരിച്ചൊരു സർഫസ് ആണ് വരിക. ഓക്കെ, അതുമെയാണ് ഈ ആർച്ച് വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നത്. ഇതില് ഫിഗറിൽ കാണാനില്ല, ടെക്സ്റ്റിൽ കാണാനില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അടുത്തത് 264. എ വിൻഡോ പ്രൊജക്ടിങ് ഔട്ട്വേർഡ് ഫ്രം ദി വാൾസ് ഓഫ് എ റൂം ഈസ് ടേംഡ് ആസ് ബേ വിൻഡോ, ഡോർമർ വിൻഡോ, ദെൻ ഗേബിൾ വിൻഡോ. ഏതാണ്? എ വിൻഡോ പ്രൊജക്ടിങ് ഔട്ട്വേർഡ് ഫ്രം ദി വാൾസ് ഓഫ് എ റൂം. ഏതാണ്? ബേ വിൻഡോ. ബേ വിൻഡോ. ഓപ്ഷൻ എ. അടുത്തത് ദി മാക്സിമം പോസിബിൾ എക്സെൻട്രിസിറ്റി ഓഫ് ലോഡ് ഓൺ എ റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ വിത്ത് വിഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു. ഓപ്ഷൻ എ ആയാലും മാർക്ക് ചെയ്തിട്ടില്ല. B/3 ആണ് കേട്ടോ. B/3. ഓപ്ഷൻ ബി B/6. ഓപ്ഷൻ സി B/2. then ഓപ്ഷൻ ഡി B/4. ഓക്കെ, ക്യാപിറ്റൽ ബി ആണ് കേട്ടോ വരാം. ഏതാ വരാ? ദി മാക്സിമം പെർമിസിബിൾ എക്സെൻട്രിസിറ്റി ഓൺ റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ. ഏതാ വരാ? B/6 ആണ് കേട്ടോ. B/6 മാക്സിമം പെർമിസിബിൾ എക്സെൻട്രിസിറ്റി വരുന്നത് B/6 ആണ്. ഓക്കെ, അടുത്തത് ദി പോർഷൻ ഓഫ് ദി ബ്രിക്ക് ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് ഇൻ 2 പോർഷൻ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഒരു പോർഷൻ ഓഫ് ബ്രിക്കിനെ എന്താണ് പറയാ? ബാറ്റ്, കിങ് ക്ലോസർ, ക്വീൻ ക്ലോസർ, ബിവൽഡ് ക്ലോസർ. ഏത് ക്ലോസർ ആണ് അത്? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഏത് ക്ലോസറാ? ക്വീൻ ക്ലോസർ. ഓപ്ഷൻ സി. ദെൻ അടുത്തത് ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് ഈസ് സ്പാൻഡ്രിൽ, എക്സ്ട്രാഡോസ്, സോഫിറ്റ്, ആർക്കേഡ്. ശരിക്കും പറയാൻ ഏതാണ് ഇന്നർ കർവ് വരിക? ഇൻട്രാഡോസ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഇൻട്രാഡോസ് ആണ്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ ആ ഇൻട്രാഡോസ് എന്നുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് നമുക്ക് ഏത് പിക്ക് ചെയ്യാൻ പറ്റും? ഏത് പിക്ക് ചെയ്യേണ്ടി വരും? നമ്മള് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതുപോലെയാണ് ഓപ്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യേണ്ടത് സോഫിറ്റ്. അതായത് ചിലപ്പോൾ ഒരു ഇന്നർ സർഫസ് ആയിരിക്കും ഉദ്ദേശിച്ചത്, അങ്ങനെ പിക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ ഇൻട്രാഡോസ് എന്നുള്ള ആ ഒരു ടേം ഇല്ല. ശരിക്കും ഇന്നർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അവിടെ എഴുതി വെക്കാട്ടോ. ശരിക്കും ഇൻട്രാഡോസ് ആണ്. നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് സോഫിറ്റ് ആയിട്ട് ഇന്നർ സർഫസ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തത്. ഓക്കെ, അത് തെറ്റിപ്പോകരുത്. കറക്റ്റ് ആൻസർ ഇൻട്രാഡോസ് ആണ്. ഓക്കെ, അടുത്തത് 268. ദി ലിഫ്റ്റ് ബിക്കംസ് എസെൻഷ്യൽ ഇൻ ഹോസ്പിറ്റൽ ബിൽഡിംഗ് when the number of floors exceeds 2, 3, 4, 6. എത്ര ഫ്ലോർ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 3. ഓക്കെ, ഓപ്ഷൻ ബി. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. എ ലിഫ്റ്റ് ബിക്കം എസെൻഷ്യൽ
in a hospital building when the number of floors exceed 3. Number of floors 3 exceed ചെയ്യുമ്പോഴാണ് നമ്മൾ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. The process of proper and accurate measurement of concrete ingredients for uniformity of proportions is known as batching, grading, mixing, blending. ഏതാണ് കറക്റ്റ് ഓരോ കോമ്പോസിഷൻസ് ഓരോ എമൗണ്ട് ഓരോ മെറ്റീരിയലും നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ ആക്യുറേറ്റ് മെഷർമെന്റിന് എന്താ പറയാ ഗ്രേഡിംഗ് ബാച്ചിങ്. വോളിയം എത്ര ടൈപ്പ് ബാച്ചിങ് ഉണ്ട്? 2 type. അത് നമ്മൾ അറിയാവുന്നതല്ലേ അത് ആ ക്വസ്റ്റ്യൻ. അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഓർത്ത് ഓപ്ഷൻസ് ഒക്കെ വായിച്ച് പെട്ടെന്ന് ചാടി കയറി ആൻസർ ചെയ്യാതെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം കേട്ടാ. കോൺക്രീറ്റ് എടുക്കുമ്പോൾ അതിലത്തെ ഓരോ മെറ്റീരിയലും മെഷർ ചെയ്ത് എടുക്കുന്നതിന് ആക്യുറേറ്റ് ആ മെഷർമെന്റിനെ പറയുന്നതാണ് ബാച്ചിങ്. ഓക്കെ. അടുത്തത് ഇഫ് W is the weight per volume, P നമ്മളോട് ചോദിച്ചത് ഇതാണ് നമ്മുടെ റിട്ടേണിംഗ് ബോളിന്റെ ഇതില് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ റാങ്കൻസ്. ആ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ ഉള്ളത്. ആ ഇക്വേഷൻ ഇവിടെ വന്നിട്ടില്ല. ഏതാണ്? നിങ്ങൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഏത് ആൻസർ വരാം? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഏതാണ്? ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കല്ലേ പറഞ്ഞു. ഓപ്ഷൻ എ, ദാറ്റ് ഈസ് P/W. നിങ്ങളുടെ റാങ്ക് ഫയലിൽ വന്നിട്ടില്ലേ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എല്ലാം? റാങ്ക് ഫയലിൽ ഓപ്ഷൻസ് ഇല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞ ഓപ്ഷൻ എ ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ എ, ദാറ്റ് ഈസ് P/W into 1 minus sin phi divided by 1 plus sin phi whole square. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണത്. ഓക്കെ. അതിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇതില് ഇക്വേഷൻ ആയതുകൊണ്ടാണ് അത് വരാൻ. ഓക്കെ. അടുത്തത് the lower edge of the inclined roof surface of a pitched roof is termed as valley, eaves, ridge, hip. ലോവർ എഡ്ജിന് എന്താ പറയാ? ലോവർ എഡ്ജ് ഓഫ് ഇൻക്ലൈൻഡ് റൂഫ് സർഫസ് ഏതാണ്? ഈവ്സ്. ഓപ്ഷൻ ബി, ഈവ്സ്. അടുത്തത് പൈൽ ഫൗണ്ടേഷൻസ് ആർ നോർമലി യൂസ്ഡ്. ഈ തന്നിരിക്കുന്ന കണ്ടീഷനിൽ എപ്പോഴാണ് പൈൽ ഫൗണ്ടേഷൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ഇൻ സോഫ്റ്റ് ക്ലേ സോയിൽ, in heavy load situation, when the bearing area required is not available, in loose sandy soil. എവിടെയാണ് എവിടെയായിരിക്കും പൈൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത്? എപ്പോഴാ? ഇൻ ഹെവി ലോഡ് ഹെവി ലോഡ് സിറ്റുവേഷൻ. ഇതിൽ ബോത്ത് എ, ബി, എൻ, സി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. സോ ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ ഹെവി ലോഡ് സിറ്റുവേഷൻസിലാണ്, ഹൈ ലോഡ് വരുമ്പോഴാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻസ് നോർമലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ദി ലോവസ്റ്റ് പാർട്ട് ഓഫ് ദി സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ് ദി ലോഡ് ടു ദി സോയിൽ. സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന്റെ പാർട്ടിനെയാണ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സൂപ്പർ സ്ട്രക്ചർ, ബേസ്മെന്റ്, പ്ലിന്ത്, സബ്സ്ട്രക്ചർ. ഏത് പാർട്ടാണ് സോയിലിലേക്ക് ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? സബ്സ്ട്രക്ചർ. ഓപ്ഷൻ ഡി, സബ്സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ. അടുത്തത് എ ലിൻഡൽ ഈസ് പ്രൊവൈഡഡ്. എവിടെയാണ് ലിൻഡൽ കൊടുക്കുന്നത്? ഓവർ എ ഡോർ ഓപ്പണിംഗ്, ബിലോ എ ഡോർ ഓപ്പണിംഗ്, ഇന്നർ എ ഡോർ ഓപ്പണിംഗ്, സൈഡ് എ ഡോർ ഓപ്പണിംഗ്. എവിടെയാണ് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാം? ഓവർ എ ഡോർ ഓപ്പണിംഗ്. ഓവർ എ ഡോർ ഓപ്പണിംഗ്. ഓപ്ഷൻ എ. അടുത്തത് എ കിങ് പോസ്റ്റ് ട്രസ് കൺസിസ്റ്റ് ഓഫ് 2 longer inclined members are known as strut, principal rafter, king post, beam. ഏതാണ് ആ മെയിൻ മെമ്പേഴ്സ്? രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ 2 മെമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇതില് ആ മെമ്പറിന്റെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. അത് എത്ര ഉണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതാണ് ആ മെമ്പർ? പ്രിൻസിപ്പൽ റാഫ്റ്റർ. ഓപ്ഷൻ ബി. A king post truss consists of 2 longer inclined member known as principal rafter. അടുത്തത് it is a brick whose one end is cut trailed for full width. Full width ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. So beveled closer, queen closer, mitred closer and bat. So ഏതായിരിക്കും വരിക? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. ഫുൾ ലെങ്ത് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഫുൾ വിഡ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ സി, മിട്രഡ് ക്ലോസർ ആണ് വരുന്നത്. ഓപ്ഷൻ സി കേട്ടോ. മിട്രഡ് ക്ലോസർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നന്നായി വായിച്ച് പഠിച്ചോളാം. അടുത്തത് സ്പീഡ് കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
അടുത്തത് ദി ഫൗണ്ടേഷൻ suitable for the structures built on expansive soil having differential movement by the alternating swelling and shrinkage of the soil. അതായത് പെട്ടെന്ന് ഡ്രൈ ആവുക അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് വരുന്ന ടൈപ്പ് സോയിലില് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് പൈൽ, സ്റ്റീൽ പൈൽ, അണ്ടർറീംഡ് പൈൽ, പെഡസ്റ്റൽ പൈൽ, ഏതാണ്? അണ്ടർറീംഡ് പൈൽ. ഓപ്ഷൻ സി അണ്ടർറീംഡ് പൈൽ. അതായത് ഡിഫറൻഷ്യൽ മൂവ്മെന്റ് ഉണ്ടാവുക, അതായത് ബൈ ഓൾട്ടർനേറ്റ് സ്വെല്ലിംഗ് ആൻഡ് ഷ്രിങ്കേജ്. അതായത് എക്സ്പാൻസീവ് സോയിൽ ആണെന്ന് നോക്കിയാൽ മതി. എക്സ്പാൻസീവ് സോയിൽ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് അണ്ടർറീംഡ് പൈൽസ് ആയിരിക്കും. ഓക്കെ. ഷോർട്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് ബിറ്റ്വീൻ ടു ബ്രിക്സ് ഈസ് നോൺ ആസ് കോയിൻ, പെർപെൻഡ്, ക്ലോസർ, ഫ്രോഗ്. ഏതാണ്? ഷോർട്ട് വെർട്ടിക്കൽ ജോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെർപെൻഡ്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്തത് ദി ഡോർ യൂസ്ഡ് ഇൻ പ്ലേസസ് വേർ frequent opening and closing of a door is to be avoided. Okay, sliding door, folding door, rolling shutters, revolving door. എപ്പോഴെപ്പോഴും അടയ്ക്കുക തുറക്കുക അങ്ങനെയുള്ള ഒരു ഒഴിവാക്കാനായിട്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡോർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് ആയിരിക്കും? റിവോൾവിംഗ് ഡോർ. റിവോൾവിംഗ് ഡോർ. അടുത്തത് ദി ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഓഫ് ദി ബിൽഡിംഗ് ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ഈസ്. ഇത് ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ മുമ്പുള്ള ആരെങ്കിലും ഉണ്ടാവും ഇതില്? 1.2 ആണോ മാർക്ക് ചെയ്തിരിക്കുന്നത്? അതെ അതെ, 1.2 മീറ്റർ. അത് മാർക്ക് ചെയ്യാം കേട്ടോ, 1.2 മീറ്റർ. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ആരായിരുന്നു ആൻസർ പറഞ്ഞത്? അത് ഞാനത് എന്താന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് കേട്ടോ. ദി ഹൊറിസോണ്ടൽ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ ബി തന്നെയാണ് എൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1.2 മീറ്റർ തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ദി ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഓഫ് ബിൽഡിംഗ് ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ഈസ് 1.2 മീറ്റർ. അതാണോ ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഓക്കെ ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. അടുത്തത് കപ്പിൾ ക്ലോസ് റൂഫ്സ് ആർ യൂസ്ഡ് ഫോർ സ്പാൻസ് അപ് ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്, കപ്പിൾ ക്ലോസ്, അതുപോലെ ക്ലോസ്ഡ് കപ്പിൾ റൂഫ്, അതൊക്കെ. ഇതിൽ കപ്പിൾ റൂഫാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പിൾ റൂഫ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? നമുക്ക് രണ്ട് വാല്യൂസ് ആണ് പറയുന്നത്, 4.2ഉം 3.5. ഇതിൽ ഏതാ വരിക? കപ്പിൾ റൂഫ് ആവുമ്പോ 3.5 കേട്ടോ. അടുത്തത് ദി ഫൗണ്ടേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ തിക്ക് reinforced cement slab covering the whole area to support heavy concentrated structural loads. മൊത്തം ഏരിയക്ക് വേണ്ടി കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. കമ്പൈൻഡ്, സ്ട്രാപ്പ്, റാഫ്റ്റ്, നൺ ഓഫ് ദിസ്. ഏതാണ്? റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഓപ്ഷൻ സി. ദെൻ അടുത്തത് അറിയാവുന്നതായിരിക്കും. ഹൈറ്റ് ഓഫ് എൻ ഓർഡിനറി റെസിഡൻഷ്യൽ ബിൽഡിംഗ് എത്രയാണ്? 3, 3.6, 2.1, 4, 3 മീറ്റർ. ഓപ്ഷൻ എ, 3 മീറ്റർ. അടുത്തത് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ് ഫൗണ്ടേഷൻ ഇൻ ബിൽഡിംഗ്. ഡീപ് ഫൗണ്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പൈൽ, റാഫ്റ്റ്, ഗ്രില്ലേജ്, വെൽ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ് ഫൗണ്ടേഷൻ ഏതാണ്? പൈൽ ഫൗണ്ടേഷൻ. ഓപ്ഷൻ എ, പൈൽ ഫൗണ്ടേഷൻ. അടുത്തത് എ കാസ്റ്റ് ഇൻസിറ്റു കോൺക്രീറ്റ് പൈൽ വിത്ത് one or more enlarged bulb on its stem is called. ബൾബുകളുള്ള പൈലിന് നമ്മൾ എന്താ പറയാ? ഫ്രാങ്കി പൈൽ, സിംപ്ലക്സ് പൈൽ, അണ്ടർറീംഡ് പൈൽ, വൈബ്രോ പൈൽ. ഏതാണ്? അണ്ടർറീംഡ് പൈൽ. അതിൽ 2 ബൾബ് ഉണ്ടായിരിക്കും, അതുപോലെ 3 ബൾബ് ആയിട്ട് കൊടുക്കും. ഡെപ്ത് അനുസരിച്ച് നമ്മൾ പല ടൈപ്പ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അത് വരുന്നത് അണ്ടർറീംഡ് പൈലിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അതങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അണ്ടർറീംഡ് പൈലിംഗ് ഒക്കെ ചെയ്യുന്നത്? ഈ ബൾബ് എന്ന് പറയുന്നത് ബൾബ് എന്നൊന്നുമല്ല, ഇത് അയണിന്റെ ഒക്കെ ഒരു ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടായിരിക്കും. അത് ആദ്യം അങ്ങനെ ജോയിൻ ചെയ്ത് ആദ്യം ഇങ്ങനെ എന്താ പറയാ ക്ലോസ്ഡ് ആയിട്ടായിരിക്കുന്നുണ്ടാവുക. താഴോട്ട് ചൊല്ലും തോറുമാണ് അതിന്റെ ഡയമീറ്റർ അതിങ്ങനെ എൻലാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ. The foundation in which a cantilever beam is used for joining two footings.
ഒരു കാൻലിവർ ബീം നമ്മൾ രണ്ട് ഫൂട്ടിങ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനെ നമ്മൾ എന്താ പറയാ, സ്ട്രിപ്പ്, സ്റ്റെപ്പ്, കമ്പൈൻഡ് സ്ട്രാപ്പ് ഫൂട്ടിങ്. ഏത് ടൈപ്പ് ഫൂട്ടിംഗ് ആണത്? Strap footing. സ്ട്രാപ്പ് ഫൂട്ടിങ്. ആ ബീമിന് പറയുന്നതാണ് സ്ട്രാപ്പ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ 287. A bond made up of alternate header and stretcher in the same course is known as. A bond made up of alternate header and stretcher in the same course. ഏതാണ്? ഫ്ലെമിഷ്, ഇംഗ്ലീഷ്, ഡബിൾ ഫ്ലെമിഷ്, ഹെഡർ. Flemish bond. ഫ്ലെമിഷ് ആണ്, പക്ഷെ എന്റെ ഡബിൾ ഫ്ലെമിഷ് ആണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്? Flemish തന്നെ. ഫ്ലെമിഷിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്താണാവോ ഡബിൾ മാർക്ക്? നിങ്ങൾ മാർക്ക് ചെയ്യാൻ വരട്ടെ കേട്ടോ. അത് എന്തായാലും കാര്യമില്ലാണ്ട് മാർക്ക് ചെയ്യില്ല. നോക്കട്ടെ. ഇതിന്റെ ഡബിൾ സൈഡ് ഫ്ലെമിഷ് ബോണ്ടായിട്ട് കാണുന്നത് എന്താണ്? അതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വേറെ ഇതിലാണ് കാണുക. അതെങ്ങനെയായിരുന്നു? ഇയാൾ എന്ത് ചോദിച്ചത് എന്തായിരുന്നു? അതല്ലേ അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് അങ്ങനെ ഒരു സൈഡില് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഡബിൾ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ മിസ്സിനോട് അങ്ങനെ ചോദിച്ചിട്ട് ഒന്നുകൂടി പറയാം എന്തുകൊണ്ടാണ് അത് ഡബിൾ മാർക്ക് ചെയ്തതെന്ന് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്റെ ഡബിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. മുമ്പ് ഉണ്ടായിരുന്നവർ ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടിരുന്നവര് Flemish bond. ഫ്ലെമിഷിനെ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ കേട്ടോ. ഇത് രണ്ടും ഈ ഓപ്ഷനിൽ വരുന്ന കാരണമാണ് ഡൗട്ട് വരുന്നത്. ചോദിച്ചോട്ടെ. അടുത്തത്, എ പ്രൊജക്റ്റഡ് സ്റ്റോൺ വിച്ച് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു സെർവ് ആസ് എ സപ്പോർട്ട് ഫോർ സ്ട്രെസ്സസ് ആൻഡ് ബീം ഈസ് നോൺ ആസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സിൽ, കോർബൽ, കോർണൈസ്, ഹെഡ്. ഏതാണ് വരിക? പ്രൊജക്റ്റിംഗ് സ്റ്റോൺ ആണ് ചോദിച്ചിരിക്കുന്നത്, ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏതാണത്? Corbel. കോർബൽ. ഓപ്ഷൻ ബി. The stone masonry of finely dressed stones laid in cement or lime mortar is called. Finely dressed ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റാൻഡം റബിൾ, കേഴ്സ് റബിൾ, ആഷ്ലാർ മേസണറി, ഫ്ലിന്റ് മേസണറി. ഏതാണ് വരിക? ആഷ്ലാർ മേസണറി. ഓപ്ഷൻ സി. അടുത്തത്, the horizontal distance between the faces of any two consecutive riser is known as rise, run, walkway, tread. ഏതാണ് വരിക? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഫേസസ് ഓഫ് ട്രെഡ്. ഓപ്ഷൻ ഡി. രണ്ട് കോൺസിക്യൂട്ടീവ് റൈസറിന്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ട്രെഡ്. 291. The horizontal timber piece provided at the apex of a roof truss is called eave, hip, gable, ridge. ഏതാണ്? ടോപ്പിൽ കൊടുക്കുന്ന ആ ഒരു പീസിനെ നമ്മൾ എന്താ പറയാ? റൂഫില് റിഡ്ജ് പീസ്. ഓപ്ഷൻ ഡി, റിഡ്ജ് കേട്ടോ. ടോപ്പില് ദി ഹൊറിസോണ്ടൽ ടിംബർ പീസ് പ്രൊവൈഡഡ് അറ്റ് ദി അപെക്സ് ഓഫ് എ റൂഫ് ട്രസ് ഈസ് കോൾഡ് റിഡ്ജ്. അടുത്തത്, വൺ ഓഫ് ദി എസെൻഷ്യൽ ഐഡിയൽസ് ഓഫ് എ ടൗൺ പ്ലാനിങ് ഈസ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത്? ഓക്കെ, ബ്യൂട്ടി, സ്പേസ്, സ്റ്റെബിലിറ്റി, ഫോം. ടൗൺ പ്ലാനിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ ബിൽഡിങ്ങിൽ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ആസ്പെക്ട്, പ്രോസ്പെക്ട് അതിലൊക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ശരിക്ക് അത് ടൗൺ പ്ലാനിങ് റിലേറ്റഡ് ആണ്. ഏതാണ് വരിക? വൺ ഓഫ് ദി എസെൻഷ്യൽ ഐഡിയൽസ് ഓഫ് ടൗൺ പ്ലാനിങ് ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ, ബ്യൂട്ടി ആണ് കേട്ടോ. ഓപ്ഷൻ എ, ബ്യൂട്ടി. അടുത്തത്, വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് സോണിങ് ഈസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോണിങ് ചെയ്യുന്നത്? ഡെൻസിറ്റി, ഹൈറ്റ്, യൂസ്, ഫ്ലെക്സിബിലിറ്റി. ഏതാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോണിങ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തിനാ സോണിങ് ചെയ്യുന്നത്? കറക്റ്റ് യൂസ് കിട്ടാനായിട്ട്. സോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഗ്രൂപ്പായിട്ട് നമ്മളിപ്പോ നമ്മളെ ആ ബിൽഡിങ്ങിന്റെ ഓരോ പോർഷൻ ഇതിൽ പറഞ്ഞില്ലേ, ഗ്രൂപ്പിംഗ് ഒക്കെ പോലെ പറഞ്ഞില്ലേ അവളിപ്പോ. എന്താണ്, ഒരു ബിൽഡിംഗ്, ഒരു റൂം, ഈ റൂമുകൾ ഇവിടെ വരണം, അതുപോലെ റൂമിന്റെ അടുത്ത് ബാത്റൂം അല്ലെങ്കിൽ കിച്ചൺ, ഡൈനിങ് ഒക്കെ അടുത്ത്, കിച്ചണിന്റെ അടുത്ത്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? അതിന്റെ കറക്റ്റ് യൂസ് കിട്ടാനായിട്ട്. ആ ഒരു ഇതിൽ വരുന്നതാണ്. അത് ബിൽഡിംഗ് ആയിട്ട് റിലേറ്റഡ് നമുക്ക് കടക്കാവുന്നതാണ്. ഓക്കെ,
A wall constructed to withstand the pressure of an earth filling is called parapet wall, retaining wall, buttress wall, compound wall. So ഇതിൽ വേറെ breast wall വരുന്നില്ല. So ഇതായിരിക്കും ആൻസർ വരിക to withstand Retaining pressure. Retaining wall. Option B. Then അടുത്തത് a line of intersection between intrados and the support of an arch is known as springing line, central line, striking line, then profile line. Line of intersection between intrados and the support of an arch. ഏതാണ് വരുന്നത്? ഏതാ വരിക? സ്പ്രിങ്ങിങ് ലൈൻ, ഇൻട്രാഡോസും അതുപോലെ സപ്പോർട്ടും. സപ്പോർട്ട് ഓഫ് എൻ ആർച്ച്, അതായത് ഏതാ വരിക? അബട്ട്മെന്റിന്റെ അതിൽ കൂടെ വരുന്ന ആ ഒരു ലൈനിനെ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് സ്പ്രിങ്ങിങ് ലൈൻ. ഓക്കെ. അടുത്തത് ഇൻ ഓർഡർ ടു മേക്ക് ദ ഫ്ലോർ ഗ്ലോസി. ഗ്ലോസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് വെച്ചിട്ടാണ് റബ്ബ് ചെയ്യുന്നത്? ഓക്കെ. സോഡിയം സിലിക്കേറ്റ്, വാട്ടർ ഗ്ലാസ്, ഓക്സാലിക് ആസിഡ്, ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏതായിരിക്കും? അത് ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ്. മാർക്ക് ചെയ്യുക. അത് നമ്മുടെ റാങ്ക് ഫയലൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് ദ ഫ്ലോർ ഗ്ലോസി ഇറ്റ് ഈസ് റബ്ഡ് വിത്ത് ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ്. ഓക്കെ. അടുത്തത് 297. The indentation marks made on the top of the bricks to provide the key for holding the mortar is known as depression, key, frog, cavity. ഏതാണ്? frog. Frog. Option C. Then അടുത്തത് highest point on the extrados of an arch is known as ridge, crown, summit, peak. ആർച്ചിന്റെ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ എന്താ Crown. പറയാ? ക്രൗൺ. Then അടുത്തത് ഇത് നിങ്ങൾ പറയാം കേട്ടോ. How many tread would be there in a straight stair connecting two floors with a height difference 3 if rise is 15 centimeter? So ഇവിടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റെയർ ആണെന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് എന്തായിരുന്നു? ഒരു ഡോഗ് ലെഗ്ഡ് ആയിരുന്നു. സോ 2 ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ്. അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് 3 മീറ്റർ ആണ്. റൈസ് 15 ആണ് എടുക്കേണ്ടത്. സോ എത്രയാ വരിക? നമ്പർ ഓഫ് റൈസേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? Number of risers is equal to എത്ര വരുന്നത്? എത്ര വന്നേ? ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ആയില്ലേ ആരുടെയും? എത്ര വന്നേ? എത്ര? 20 അല്ലേ വന്നേ? 20. അപ്പൊ n is equal to 20 കിട്ടി. ഇനി സ്ട്രെയിറ്റ് സ്റ്റെയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാ നമ്പർ ഓഫ് ത്രെഡ്സ് കണ്ടുപിടിക്കുക? ജസ്റ്റ് n-1 ചെയ്താൽ മതി. n-1 എത്ര വരിക? 20 ആണ് നമുക്ക് കിട്ടിയത്. സോ -1 ചെയ്ത് കഴിഞ്ഞാൽ 19. ഓപ്ഷൻ എ. അത് അതിന്റെ സൈഡിൽ സ്റ്റെപ്പ് എഴുതിയിടുക കേട്ടോ. അറിയാത്തവര് അതിന്റെ സ്റ്റെപ്പ് എഴുതിയിടുക. മനസ്സിലായോ? 293 പറഞ്ഞല്ലോ. വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് സോണിങ് ദാറ്റ് ഈസ് യൂസ്. ഓക്കെ. അടുത്തത് ദി ഡിപ്രഷൻ ഓൺ ദി റിസസ് മെയ്ഡ് ഇൻസൈഡ് ദി ഡോർ ഫ്രെയിം ടു റിസീവ്. ഷട്ടർ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷൻ, അതിനെന്താ നമ്മൾ പറയാ? റിബേറ്റ്, റിവീൽ, ജാം, റൺ. ഏതാണ്? റിബേറ്റ്. ഓപ്ഷൻ എ റിബേറ്റ്. ഇനി റാഫ്റ്റേഴ്സ് ആർ ബേർഡ്സ് മൗത്തഡ് ഓവർ ദി വാൾ പ്ലേറ്റ്സ്. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ടു മേക്ക് ദ റൂഫ് മോർ സ്ട്രോങ്ങർ, ടു പ്രിവെന്റ് ദെയർ സ്ലിപ്പിംഗ്, ടു ബ്രേസ് ദി വാൾ സ്ട്രസ്, ടു സപ്പോർട്ട് ദി കിങ് പോസ്റ്റ്. എന്തുകൊണ്ടാണ് റാഫ്റ്റേഴ്സ് ആർ ബേർഡ്സ് മൗത്തഡ് ഓവർ ദി വാൾ പ്ലേറ്റ്സ് എന്ന് പറയുന്നതിന്റെ റീസൺ പറയുന്നത് ടു പ്രിവെന്റ് ദെയർ സ്ലിപ്പിംഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മിനിമം വാൾ തിക്നെസ് റിക്വയർഡ് ഫോർ എ സിംഗിൾ ഫ്ലെമിഷ് ബ്രിക്ക് വാൾ? സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ വരുന്ന മിനിമം വാൾ തിക്നെസ് എത്രയാണ് വരുന്നത്?
2 brick wall thickness, 1 brick wall thickness, 2.5 brick wall, 1.5 brick wall. എത്രയാണ് വരിക? 1.5. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 1.5 brick wall. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ വരുന്നത് 1.5 brick wall ആണ് വരുന്നത്. വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ക്വീൻ ക്ലോസർ റെക്കമെൻഡഡ് ഫോർ ബ്രിക്ക് മേസണറി? എത്രയാണ് ക്വീൻ ക്ലോസറിന്റെ റെക്കമെൻഡഡ് ലെങ്ത് വരുന്നത്, വിഡ്ത്ത് വരുന്നത്? 3, 10, 15, 5. എത്ര സെന്റിമീറ്റർ വരുന്നത്? 5 centimeter. 5 centimeter. Option D, 5 centimeter. Next one. In a brick masonry, both headers and structures are arranged in every course. This type of arrangement is called English bond, Flemish bond, Dutch bond, rat trap bond. ഏതാണ് വരിക? ഇതിൽ പിന്നെ നോക്കാനില്ല, ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഏത് തന്നെ എടുക്കാം? Flemish bond. ഫ്ലെമിഷ് ബോണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ക്വസ്റ്റിന് ഡബിൾ ആയിരിക്കും കൂടുതൽ ഇതായിട്ട് PSCയുടെ കീ വന്നിട്ടുണ്ടാവുക, ഡബിൾ ആവാനാണ് ചാൻസ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ കേട്ടോ. അത് രണ്ട് സർഫസിൽ നിന്നും ഫ്ലെമിഷ് ബോണ്ട് അങ്ങനെ കാണുന്നോണ്ട് അതായിരിക്കും. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഒന്നും കൂടി ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് പിക്ക് ചെയ്യേണ്ടി വരും. മിസ് ഇതില് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാ മാർക്ക് ചെയ്തിരിക്കണേ. ആണോ? രണ്ടും കൂടി വരികയാണെങ്കിൽ ഡബിൾ അല്ലേ? ആണ് എടുക്കാൻ പറഞ്ഞിരിക്കണേ. ഓക്കെ. പക്ഷെ നേരത്തെ അപ്പൊ ഇയാൾ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ചോദിച്ചപ്പോ? അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല മിസ്സേ. അത് അങ്ങനെ എഴുതിയിട്ടുണ്ട് അവിടെ, ഫ്ലെമിഷും ഡബിളും വരണമെങ്കിൽ ഡബിൾ വേണം അതുകൊണ്ടാണ്. സെലക്ട് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്തേക്ക് കേട്ടോ. നേരത്തെ ഒരാൾ പറഞ്ഞു അത് ഫ്ലെമിഷ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്തേക്ക് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണെന്ന് വെച്ചാൽ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്. എനിക്കത് ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ പറയാന്ന് പറഞ്ഞത്. അപ്പൊ അത് കറക്റ്റ് ചെയ്തേക്ക്. അത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു? 287. ഓൾട്ടർനേറ്റ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ സെയിം കോഴ്സിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫ്ലെമിഷ് ബോണ്ട് ആണെന്ന്. പക്ഷെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും കൂടി ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് പിക്ക് ചെയ്യേണ്ടത്. കാരണം ഫ്രണ്ടും ബാക്കും സെയിം ആയിട്ട് ഒരു ഫ്ലെമിഷ് ബോണ്ട് തന്നെ കാണുന്നതുകൊണ്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാവുന്നത് അതാണ്. ഓക്കെ, അടുത്തത് 305. The back or top of an arch is called. The back or top of an arch is called intrados, crown, springing, extrados. ഏതാണ് വരിക? ഔട്ടർ സർഫസ്, അതാണ് എക്സ്ട്രാഡോസ്. ഓപ്ഷൻ ഡി, എക്സ്ട്രാഡോസ്. അടുത്തത്, ഇൻ എ മേസണറി സ്ട്രക്ചർ ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two vertical joints in two successive layers is known as. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ജോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെർപെൻസ്, ലാപ്പ്, ബോണ്ട്. ഓപ്ഷൻ ബി, ലാപ്പ്. ഓപ്ഷൻ ബി, ലാപ്പ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്, സോ ഇറ്റ് ഈസ് ലാപ്പ്. ടു പ്രിവെന്റ് ദി ബ്രിക്ക് വാൾ ഓഫ് എ ബിൽഡിംഗ് ഫ്രം ഡാംപ്നെസ് ത്രൂ ഇറ്റ്സ് പ്ലിന്ത്, DPC can be provided. എവിടെയാണ് DPC നമുക്ക് ഡാംപ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? ബിറ്റ്വീൻ ബേസ്മെന്റ് ആൻഡ് ബ്രിക്ക് വാൾ, at the sill level, at lintel level, just below the roof slab. എവിടെയായിരിക്കും കൊടുക്കാൻ പറ്റുക? ഇവിടെ നിന്ന് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. റൂഫിലോ സിൽ ലെവലിലോ ലിൻഡലിലോ ഒന്നല്ല കൊടുക്കുക. നമ്മൾ എവിടെ കൊടുക്കാം? ബിറ്റ്വീൻ ബേസ്മെന്റ് ആൻഡ് ദി വാൾ. In a brick wall, header course and structure courses are used alternatively. It is called Flemish double, English bond, Dutch bond. ഏതായിരിക്കും വരിക? ഡബിൾ ഫ്ലെമിഷ്. ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് അല്ലേ. ഇൻ എ ബ്രിക്ക് വാൾ, ഹെഡർ കോഴ്സസ് ആൻഡ് സ്ട്രക്ചർ കോഴ്സസ് ആർ യൂസ്ഡ് ഓൾട്ടർനേറ്റ്ലി. അത് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കാം. അത് ഇംഗ്ലീഷ് ബോണ്ടാണ് വരിക കേട്ടോ. സെയിം കോഴ്സിൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇൻ എ ബ്രിക്ക് വാൾ, ഹെഡർ കോഴ്സസ് ആൻഡ് സ്ട്രക്ചർ കോഴ്സസ് ആർ യൂസ്ഡ്. അതായത് ഒരു ഹെഡർ കോഴ്സ്, അത് കഴിഞ്ഞ ഒരു സ്ട്രക്ചർ കോഴ്സ്, അങ്ങനെ യൂസ്ഡ് ഓൾട്ടർനേറ്റീവ്ലി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ വരിക? അങ്ങനെയാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് അങ്ങനെയാണ് അത് റീഡ് ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി പരിചയം ആവണം നമുക്ക്, എന്നാലും അത് മനസ്സിലാവുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ഇംഗ്ലീഷ് ബോണ്ട് ആണ് വരിക. അടുത്തത്, എ സ്മോൾ റീസസ് ഓൺ ദി ടോപ്പ് സർഫസ് ഓഫ് എ ബ്രിക്ക് മെയ്ഡ് വൈൽ മോൾഡിംഗ്, യൂഷ്വലി എംബോസ്ഡ് വിത്ത് ഇനീഷ്യൽസ് ഓഫ് ദി കോൺട്രാക്ടർ. ആ കോൺട്രാക്ടറിന്റെ ഒക്കെ ഒരു ഇനീഷ്യൽസ് ഒക്കെ ഉള്ള ഒരു ഇതിനെന്താ റീസസിനെ നമ്മൾ എന്താ പറയാ? ഫ്രോഗ്, ഡ്രിപ്പ്, കൗൾ, ഹോൺസ്. ഏതാണ് വരിക? ഫ്രോഗ്.
ഓപ്ഷൻ എ. The structural element above the window or door opening which supports the weight of the wall above. Structural element above the വിൻഡോന്റെ ഡോറിന്റെ ഒക്കെ മുകളിലുള്ള ഒരു സ്ട്രക്ചർ വിച്ച് സപ്പോർട്ട് ആ വാളിന്റെ ഒക്കെ അതിന്റെ മുകളിലുള്ള വാളിന്റെ ഒക്കെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഏതാണ്? ഷെയ്ഡ്, Lind. മുള്ളൻ, ലോഫ്റ്റ്, ലിൻഡ്. ഓപ്ഷൻ ഡി ലിൻഡ്. ഓപ്ഷൻ ഡി. ലോഡ് അതിന് മുകളിലുള്ള ലോഡ് ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലിൻഡ്. ഇനി സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര സ്റ്റോറിക്ക് മുകളിലുള്ള തന്നെയാ? മോർ ദാൻ 10 സ്റ്റോറി. ഓപ്ഷൻ ഡി. മോർ ദാൻ 10 സ്റ്റോറിയുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടൈപ്പ് 2 കൺസ്ട്രക്ഷൻ ഓഫേഴ്സ് ഓരോ ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ 1 hour ഫയർ റെസിസ്റ്റൻസ്, 2 hour, then 3 hour ഫയർ റെസിസ്റ്റൻസ് ആൻഡ് 4 hour ഫയർ റെസിസ്റ്റൻസ്. ഏതാണ് വരുന്നത്? 3 hour അല്ലേ വരുന്നത്? 3 hour. അതെന്തോ എഴുതാനുള്ള ഒരു കണ്ടുപിടിക്കാനുണ്ട്. അതായത് 1 2 3 4 എന്ന് എഴുതാം, പിന്നെ റിവേഴ്സ് അതിന് താഴെ എഴുതാം. ഓക്കെ. 1 2 3 4 എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. 1 അങ്ങനെ എന്തോ ഇല്ലേ? എന്റെ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഇല്ലേ? 1 2 3 4 എന്നുള്ളത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അങ്ങനെ എഴുതാം ഓർഡറിൽ. പിന്നെ നമ്മൾ റിവേഴ്സ് എഴുതാം അതിന്റെ താഴെ 1 2 3 4. 4ന്റെ അടിയിൽ 1, 3ന്റെ അടിയിൽ 2, 2ന്റെ അടിയിൽ 3, 1ന്റെ അടിയിൽ 4. അതായത് അത് വരുന്നത് ഏതാണ്? ഫയർ റെസിസ്റ്റൻസിന്റെ ഓർഡറാണ് നമ്മൾ എഴുതിയത്. അപ്പൊ നോക്കി കഴിഞ്ഞാൽ അതിൽ എത്രയാ വരുന്നത്? ടൈപ്പ് 2 കൺസ്ട്രക്ഷൻ എത്രയാ വരുന്നത്? താഴെ എത്രയാ വരുന്നത് ഫയർ റെസിസ്റ്റൻസ്? 3. അങ്ങനെ ഏത് ടൈപ്പ് കൺസ്ട്രക്ഷൻ്റെയും നമുക്ക് എടുക്കാം, ടൈപ്പ് 4 വരെയുള്ള. ഓക്കെ. അത് വേണമെങ്കിൽ സൈഡിൽ അത് എഴുതി വെച്ചോ കേട്ടോ. ആദ്യം ടൈപ്പ് 2ന്റെ 1 2 3 4 ഇടുക, താഴെ റിവേഴ്സ് ഓർഡറിൽ എഴുതാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്ര അവർ ഫയർ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് the stairs that consist of a wide flight at the start and is divided into 2 narrow flights at the mid landing. The 2 narrow flights begin from either side of the mid landing. ആ സ്റ്റെയറിന് എന്താണ് പറയാ? എന്താണ് താഴെ, ഏറ്റവും താഴെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നാരോ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ആ ടൈപ്പ് സ്റ്റെയറിന് നമ്മൾ എന്താ പറയാ? ഹാഫ് ടേൺ, ബിഫർഗേറ്റിംഗ്, ജോമെട്രിക്കൽ സ്റ്റെയർ, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ഏതാണ്? ബൈഫർക്കേറ്റിംഗ് ആണ് ബൈഫർഗേറ്റിംഗ് സ്റ്റെയർ. ഇതൊന്നും എന്തായാലും വരില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റെയർ ആണ്. ഒരു ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷൻ, പിന്നെ ഉള്ളതൊന്നും വരുന്നില്ല. സോ ബിഫർഗേറ്റിംഗ് സ്റ്റെയർ ആണ് വരുന്നത്. അടുത്തത് ദി ആംഗുലർ ഓർ റേഡിയേറ്റിംഗ് സ്റ്റെപ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് ഫോർ ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് എ സ്റ്റെയർ. അത് നിങ്ങൾ തന്നെ പറയാൻ ഏതാ വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സ്റ്റെപ്പുകൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ്. ഓപ്ഷൻ എ. അത് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ആണ് കേട്ടോ. പിന്നെ ഫുൾ വിൻഡോസ് വരുന്ന സ്റ്റെയർ ഏതാ? സ്പൈറലല്ലേ വരാ? സ്പൈറൽ സ്റ്റെയറിലല്ലേ മൊത്തം വിൻഡോസ് മാത്രം ഉള്ളത് അല്ലെ? ആലോചിച്ച് നോക്കിയേ. സ്പൈറൽ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതല്ലേ, മൊത്തം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതല്ലേ. അതിലെങ്ങനെയാ സ്റ്റെയർ എല്ലാം ട്രയാങ്കിൾ ഷേപ്പിലല്ലേ വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത്? സ്പൈറലിൽ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ സ്പൈറൽ എന്ന് പറയുമ്പോൾ മൊത്തം ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ വരുന്നത്, മൊത്തം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. സോ എല്ലാ സ്റ്റെപ്പും ഇനി നോക്കുമ്പോ നമ്മൾ ഈ റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ മുകളിലേക്കൊക്കെ കയറുന്ന ചില സ്റ്റെയറുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അത് മൊത്തം ഇങ്ങനെ റേഡിയേറ്റിംഗ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലായിട്ടും വരാം. അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അടുത്തത് മാക്സിമം പെർമിസിബിൾ FAR വാല്യൂ ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷാൽ ബി. ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 3, 1.5, 2, 2.5. എത്രയാണ് വരിക? 315. എത്രയാ വരുന്നത്? മാക്സിമം പെർമിസിബിൾ FAR വാല്യൂ എത്ര വരുന്നത്? 3 ആണ് കേട്ടോ. ഓപ്ഷൻ എ 3. മാക്സിമം പെർമിസിബിൾ FAR വാല്യൂ ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷാൽ ബി. ഓപ്ഷൻ എ 3. അടുത്തത്
സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ് മീൻസ് ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ്. എന്ത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് ആ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? കംപ്രഷൻ, ടെൻഷൻ, ഷിയർ, മോയിസ്ചർ. എന്തിനാണ് പറയാ? Compression. കംപ്രഷൻ. ഓപ്ഷൻ എ കംപ്രഷൻ. അടുത്തത് ദി ബോട്ടം ഹാഫ് പോർഷൻ ഓഫ് ദി ആർച്ച് ബിറ്റ്വീൻ സ്ക്യൂ ബാക്ക് ആൻഡ് ദി ക്രൗൺ. ഏതാണ് വരിക? കീസ്റ്റോൺ, സ്പാൻഡ്രൽ, ഈവ്സ്, ഹോൺസ്. ഏതാണ് വരിക? ബോട്ടം ഹാഫ് പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയേണ്ടത്? ഹോൺസ്. ഓക്കെ, ഓപ്ഷൻ ഡി ഹോൺസ് ആണ്. കീസ്റ്റോൺ എന്ന് പറയുമ്പോൾ എവിടെയാ? ഹയസ്റ്റ് പോയിന്റിൽ വെക്കുന്നത്. സ്പാൻഡ്രൽ എന്ന് പറയുന്നത് ആ ട്രയാങ്കുലർ സ്പേസ് ആണ്. ഈവ്സ് വരുന്നത് ഇവിടെ റൂഫിലാണ് വരിക. സോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ബോട്ടം ഹാഫ് പോർഷൻ ഓഫ് ദി ആർച്ച്, സ്ക്യൂ ബാക്കും അതുപോലെ ക്രൗണും തമ്മിലുള്ള ബോട്ടം പോർഷനെ നമ്മൾ പറയുന്നത് ഹോൺസ് കേട്ടോ. ഓപ്ഷൻ ഡി. അടുത്തത് മിനിമം പെർമിസിബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ട്രീറ്റ് ബൗണ്ടറി ആൻഡ് ബിൽഡിംഗ് ഷാൽ ബി. ഇത് 5.5 മീറ്റർ ആണ് കേട്ടോ. സാധാ മീറ്റർ ആണ് വരുന്നത്. എത്ര വരുന്നത്? എത്ര ഡിസ്റ്റൻസ് വരാം? പറഞ്ഞോ. മിനിമം പെർമിസിബിൾ ഡിസ്റ്റൻസ് സ്ട്രീറ്റ് ബൗണ്ടറി ബിൽഡിങ്ങും തമ്മിലുള്ള സ്ട്രീറ്റും ബിൽഡിങ്ങും തമ്മിലുള്ള പെർമിസിബിൾ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? 3 മീറ്റർ. ഓപ്ഷൻ ഡി 3 മീറ്റർ. അടുത്തത് എ പ്രൊജക്ഷൻ ഓൺ ദി മേസണറി built into back of the wall is buttress, counterfort, cross wall, blocking course. ഏതാണ് വരാ? പ്രൊജക്ഷൻ. മേസണറി ബിൽഡ് ആ വാളിന്റെ ബാക്കിൽ കൊടുക്കുന്ന ആ ഒരു പ്രൊജക്ഷനെ നമ്മൾ എന്താ പറയാ? റിട്ടൈനിങ് വാളിലൊക്കെ വരുന്നതാണ്. ഏതാണ്? ഏതാണ് വരാ? കൗണ്ടർ ഫോർട്ട് അല്ലേ? ഏതാ മാർക്ക് ചെയ്തിരിക്കുന്നത്? Counterfort. കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാളിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ബാക്കിൽ ഒരു ട്രയാങ്കുലർ പീസ് പോലെ ഒരു പ്രൊജക്ഷൻ വരുന്നത്. അതിനെയാണ് കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇതില് ബട്ട്രസ് ആണല്ലോ മാർക്ക് ചെയ്തേക്കണേ. കൗണ്ടർ ഫോർട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടിരിക്കണേ. ബാക്കിലായോണ്ട്. ബാക്കിലല്ലേ? കൗണ്ടർ നോക്കട്ടെ. ഫോർട്ടിന്റെ അവിടെ ഫ്രണ്ട് എന്നിട്ട് എഴുതിയിട്ടുണ്ട്. ആണോ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. എൻ്റെ കൗണ്ടർ ഫോർട്ട് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ. നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഡൗട്ട് ഉള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് കഴിയും. 400 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റാങ്ക് ഫയലിൽ ഉള്ളത്. ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് നന്നായി പഠിക്കുക. കാരണം വെച്ചാൽ സ്പെഷ്യൽ ആയിട്ട് പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ 400 ക്വസ്റ്റ്യൻസ് നമ്മുടെ റാങ്ക് ഫയലിൽ തന്നെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മൊത്തം കാണാതെ പഠിക്കുക, കാണാപ്പാടം പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അടുത്തത് നമ്പർ ഓഫ് സ്റ്റെപ്സ് പെർമിസിബിൾ ഇൻ എ ഫ്ലൈറ്റ്. എത്രയാണ് ഒരു ഫ്ലൈറ്റിൽ വേണ്ട നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? 12. ഓപ്ഷൻ സി 12. അടുത്തത് an arch constructed with നമ്മൾ പറഞ്ഞതാണ് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ്. ഏതാണ്? ആഷ്ലാർ ആർച്ച്, റബിൾ ആർച്ച്, ഗേജ്ഡ് ആർച്ച്, ആക്സ്ഡ് ആർച്ച്. ഏത് ടൈപ്പ് ആണത്? നമ്മൾ മേസണറിയിലെ ബേസിൽ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. ആഷ്ലാർ ആർച്ച്. The headroom at any point in a bathroom and water closet should not be less than. എത്രയാണ്? 2.2, 2.4, 2, 1.8. ഹെഡ്റൂം എത്രയാണ് കൊടുക്കണ്ടേ? 2.2 മീറ്റർ. ഓപ്ഷൻ എ. അടുത്തത് ദി വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഇസ് നോൺ ആസ്. വെർട്ടിക്കൽ സൈഡ് മെമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? Style. ഓക്കെ സ്റ്റൈൽ. ശരി. ഓപ്ഷൻ എ. വെർട്ടിക്കൽ ഫേസ് ഓഫ് എ ഡോർ ഓപ്പണിംഗ് വിച്ച് സപ്പോർട്ട് ദി ഫ്രെയിം. അത് ഏതാ വരാ? വെർട്ടിക്കൽ ഫേസ്. ഞാൻ അതാണ് ശ്രദ്ധിച്ചപ്പെട്ടത്. ഏതാ വരാ? ജാംബ്. ഓപ്ഷൻ എ. അടുത്തത് ഫോർ പ്ലാസ്റ്ററിംഗ് എക്സ്പോസ്ഡ് ബ്രിക്ക് വാൾസ് ദി സിമെന്റ് സാൻഡ് മോട്ടർ. അതിന്റെ റേഷ്യോ എത്ര വരുന്നത്? പ്ലാസ്റ്ററിംഗ് വർക്കിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എത്ര വരാ പ്ലാസ്റ്ററിംഗ് വർക്കിന്? 1:2. എത്ര വരാ? 4. 1:4. ഓപ്ഷൻ സി. അതായത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? വേറെ ഡൗട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണോ? പ്ലാസ്റ്ററിങ്ങിന് തന്നെയല്ലേ വരുന്നത്? എക്സ്പോസ്ഡ് പുറത്തുള്ളത് എക്സ്റ്റീരിയർ സർഫസിന് 1:4 തന്നെയല്ലേ? അങ്ങനെയാണ്. ഓക്കെ.
1:4. അടുത്തത് ദി കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് അഫക്ട്സ് ഇറ്റ്സ്. നമ്മൾ കോൺക്രീറ്റ് കോമ്പാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്യുക? ഡെൻസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും? കോമ്പാക്ഷൻ എന്തിനെ എഫക്ട് ചെയ്യുക? എല്ലാറ്റിനെയും എഫക്ട് ചെയ്യും അല്ലെ. സ്ട്രെങ്ത്തിനെ എഫക്ട് ചെയ്യും, ഡെൻസിറ്റിയിൽ ചേഞ്ച് വരും, ഡെൻസിറ്റി കൂടും, ദെൻ ഡ്യൂറബിലിറ്റി അതെല്ലാം ഇൻക്രീസ് ചെയ്യും. ഓൾ ഓഫ് ദി അബവ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ പിക്ക് ചെയ്യാം. പിക്കപ്പ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. In a king post truss, one vertical post is used. Then in a queen post truss, one vertical post is used. In queen post truss, 2 vertical posts are used. None of the above. ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും? എന്തായാലും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ക്യൂൻ പോസ്റ്റിൽ എന്തായാലും 1 വെർട്ടിക്കൽ പോസ്റ്റോ അല്ലെങ്കിൽ 2 വെർട്ടിക്കൽ പോസ്റ്റ് രണ്ടും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. സോ അതിൽ ഏതായിരിക്കും? ഏതാണ് അതിൽ തെറ്റായിട്ടുള്ളത് വരുന്നത്? ക്യൂൻ പോസ്റ്റിൽ എത്ര വെർട്ടിക്കൽ പോസ്റ്റ് ആണ് വരുന്നത്? 2 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളതാണ്. നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. ക്യൂൻ പോസ്റ്റില് 2 വെർട്ടിക്കൽ പോസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അടുത്തത് ടൗൺ പ്ലാനിങ് മെയിൻലി ഡീൽസ് വിത്ത് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ലാൻഡ്, റോഡ് സിസ്റ്റം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഹൗസിംഗ്. ഏതാണ് അവിടെ വരുന്നത്? ടൗൺ പ്ലാനിങ് മെയിൻലി ഡീൽസ് വിത്ത് യൂട്ടിലൈസേഷൻ ഓഫ് എന്തിന്റെ യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്? മെയിൻലി ഇറ്റ് ഇസ് ഓപ്ഷൻ എ, അവൈലബിൾ ലാൻഡ്. ഓപ്ഷൻ എ, അവൈലബിൾ ലാൻഡ് കേട്ടോ. അടുത്തത് എ പീസ് ഓഫ് എ ബ്രിക്ക് cut with its one corner equivalent to half the length and half the width of a full brick, then it is known as. ലെങ്ത്തും ഹാഫ് ആവുന്നുണ്ട്, വിഡ്ത്തും ഹാഫ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലോസറിനെ നമ്മൾ എന്താ പറയാ? ക്വീൻ ക്ലോസർ, ബിവൽഡ് ക്ലോസർ, കിങ് ക്ലോസർ, ഹാഫ് കിങ് ക്ലോസർ. ഏതാണ് വരിക? കിങ് ക്ലോസർ. കിങ് ക്ലോസർ. രണ്ടും ഹാഫ് ആവുമ്പോൾ അത് കിങ് ആണ് വരിക. The type of bond in which every course contain both headers and stretchers. ഏതാണ്? പറഞ്ഞോ. റിപ്പീറ്റഡ് ചെയ്ത് വരുന്നതാണ്. ഏതാണ്? ഒരു കോഴ്സിൽ തന്നെ രണ്ടും വരുന്നുണ്ടെങ്കിൽ എവറി കോഴ്സ് കണ്ടെയ്ൻ ബോത്ത് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഏതാണ് വരിക? ഫ്ലെമിഷ് ബോണ്ട്. അടുത്തത് ദി ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസണറി ഇൻ വിച്ച് സ്റ്റോൺസ് ഓഫ് സെയിം ഹൈറ്റ് ആർ ലെയ്ഡ് ഇൻ ലെയേഴ്സ് ഈസ് കോൾഡ് random rubble masonry, coursed rubble masonry, uncoursed rubble masonry, ashlar masonry. ഏതാണ് വരിക? സെയിം ഹൈറ്റ് ലെയേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിന് ഏത് ടൈപ്പ് മേസണറി ആണ് വരിക? ഓപ്ഷൻ ബി. അടുത്തത് എ വാൾ കൺസ്ട്രക്റ്റഡ് ടു റെസിസ്റ്റ് ദി പ്രഷർ ഓഫ് എൻ എർത്ത് ഫില്ലിംഗ് ഈസ് കോൾഡ്. റിട്ടൈനിങ് വാളും ഉണ്ട്, ബ്രസ്റ്റ് വാളും ഉണ്ട്. ഏതാ വരിക അപ്പോ? Retaining wall. Option A. What is the maximum number of steps in a flight? Repeated ആണ് 12. Option C, 12. To obtain good bonding in brick masonry. Options വായിക്കാം. First class bricks are used. Vertical joints in alternate courses are kept in plumb line. Bats are used where necessary. All of the above. ഏതായിരിക്കും വരിക? ഗുഡ് ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം? ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ വരുന്നത്. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യണം, വെർട്ടിക്കൽ ജോയിന്റ്സ് പ്ലം ലൈനിലായിരിക്കണം, ബാറ്റ്സ് യൂസ് ചെയ്യണം. അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓൾ ഓഫ് ദി അബവ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് എ കവറിംഗ് ഓഫ് ദി കോൺക്രീറ്റ് പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ വാൾ ഈസ് കോൾഡ്. ടോപ്പിൽ കൊടുക്കുന്ന കവറിങ്ങിന് എന്താ പറയാ? കോർണൈസ്, കോപ്പിംഗ്, സിൽ, ലിൻഡൽ. ഏതാണ് വരിക? കോപ്പി. ഓപ്ഷൻ ബി. കോപ്പി. ഓപ്ഷൻ ബി. അടുത്തത് ദി മോർട്ടാർ ഇൻ വിച്ച് ബോത്ത് സിമന്റ് ആൻഡ് ലൈം ആർ യൂസ്ഡ് ആസ് ബൈൻഡിങ് മെറ്റീരിയൽ. സിമന്റ് മോർട്ടാർ, ലൈം മോർട്ടാർ, സിമന്റ് ലൈം മോർട്ടാർ, ഗേജ്ഡ് മോർട്ടാർ. ഏതാണ്? ഗേജ്ഡ് മോർട്ടാർ. ഓപ്ഷൻ ഡി, ഗേജ്ഡ് മോർട്ടാർ. അടുത്തത് ദി വെഡ്ജ് ഷേപ്ഡ് ബ്രിക്സ് ഫോമിംഗ് ആൻ ആർച്ച്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സിനെ നമ്മൾ എന്താ പറയാ? സോഫിറ്റ്, വൗസിയസ്, ഹോൺസ്, സ്പാൻഡർ. ഏതാണ്? വൗസിയസ്. ഓപ്ഷൻ ബി.
The building activity expands along the side of main roads is known as. ഇത് ശരിക്കും ടൗൺ പ്ലാനിങ്ങിൽ വരുന്നതാണത്. കോൺസെൻട്രിക് സ്പ്രെഡ്, റിബൺ ഡെവലപ്മെന്റ്, സാറ്റലൈറ്റ് ഗ്രോത്ത്, സ്കാറ്റേർഡ് ഗ്രോത്ത്. എന്ത് ടൈപ്പ് ഡെവലപ്മെന്റിനെയാണ് അത് പറയുന്നത്? ബിൽഡിംഗ് ആക്ടിവിറ്റി എക്സ്പാൻസ് അലോങ് ദി സൈഡ്സ് ഓഫ് മെയിൻ റോഡ്സ്. മെയിൻ റോഡിന്റെ സൈഡിൽ ബിൽഡിങ്സ് വരുന്ന ആ ഒരു ഡെവലപ്മെന്റിന് എന്ത് ടൈപ്പ് ഡെവലപ്മെന്റ് എന്നാ പറയാ? ദാറ്റ് ഈസ് റിബൺ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി, റിബൺ ഡെവലപ്മെന്റ്. അടുത്തത്, ദി മിനിമം തിക്നെസ് ഓഫ് ദി വാൾസ് ബിൽറ്റ് ഇൻ സിമെന്റ് മോർട്ടാർ ഫോർ എ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഈസ്. മിനിമം തിക്നെസ് ഓഫ് വാൾ ബിൽറ്റ് ഇൻ സിമെന്റ് മോർട്ടാർ ഫോർ എ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ അടുത്ത തിക്നെസ് എത്രയാണ് വരിക? 10 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ, 20 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. എത്രയാണ് വരിക? 20 centimeter. 20 സെന്റിമീറ്റർ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് എ പാനൽ വെർട്ടിക്കലി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വെർട്ടിക്കലി അതിന് ഡിവൈഡ് ചെയ്യാൻ കൊടുക്കുന്ന മെമ്പറിനെ നമ്മൾ എന്താ പറയാ? Mullion. മുള്ളിയൻ. ഹൊറിസോണ്ടൽ ആയിട്ടോ ഡിവൈഡ് ചെയ്യുന്ന മെമ്പറിനെയോ? ട്രാൻസം. ഓക്കെ. Transom. ബൈ യൂസിങ് എന്താണ് കട്ടായിട്ട് പോന്നു? എന്താ? പാനൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഫ്രെയിം ആണെങ്കിലല്ലേ മുള്ളിന് വരിക, പാനലാണെങ്കിൽ റെയിലല്ലേ വരിക. മുമ്പുള്ളവരുടെ എന്താ മാർക്ക് ചെയ്തിരിക്കുന്നത്? ശരിയാണ് അത് പറഞ്ഞത്. സി ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. സി അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്? നോക്കാം, നോക്കട്ടെ കേട്ടോ. നമ്മുടെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് നോക്കി അതിൽ എന്താ വേർഡ് കിടക്കുന്നതെന്നൊന്ന്. മുമ്പ് ഇതുപോലെ ട്രാൻസം മുള്ളിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു ഒന്ന് നോക്കിയൊന്ന്. അപ്പൊ നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒന്ന് നോക്കിയൊന്ന്, അത് ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഒന്ന് ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. സ്റ്റൈലിന്റെ അല്ലായിരുന്നു മിസ്സേ? അല്ല, ഇത് വന്നിട്ടുണ്ടായിരുന്നു മുള്ളിയൻ അതുപോലെ ട്രാൻസമിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതെ, ക്വസ്റ്റ്യൻ നമ്പർ 22. ദി വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു സബ്ഡിവൈഡ് ദി വിൻഡോ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വിൻഡോ ഓർ ഡോർ ഓപ്പണിംഗ്. അത് മുള്ളിയനാണ് വന്നിരിക്കുന്നത്. പാനൽ വെർട്ടിക്കൽ. ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ, ഒന്നുകൂടി ഞാൻ നോക്കി നോക്കട്ടെ. അതില് വേറെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നോക്കി നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 22ലും അതുപോലെയാണ് വന്നിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ. അടുത്തത് 341. ബൈ യൂസിങ് ഡാഷ് ഹിഞ്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു റേസ് ദ ഡോർ ഷട്ടർ നിയർലി 10 mm above the floor level. Okay. Strap, back flap, parliamentary, then skew butt. ഏതാണ് ആൻസർ വരുന്നത്? 341. അതിന്റെ ആൻസർ സ്ക്യൂ ബട്ട് ആണ് കേട്ടോ. അല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്. By using skew butt hinge, it is possible to raise the door shutter nearly 10 mm above the floor level. That is skew butt ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത്, the extent of the space between two supports of a structure is called span, axis, abutment, frame. ഏതാണ്? The extent of space between two supports of a structure is called. ഏതാണ് വരിക? ആ രണ്ട് സ്പേസ്, ഇത് തമ്മിലുള്ള സപ്പോർട്ട് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയാ? സ്പാൻ. ഓപ്ഷൻ എ, സ്പാൻ. അടുത്തത്, ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിക്ക് വാൾ ഡാഷ് ബോണ്ട് ഇസ് കോമൺ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ബോണ്ട് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, റാട്രാപ്പ്, മോങ് ബോണ്ട്. ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ട്. അടുത്തത്, ലൈവ് ലോഡ് ഫോർ ക്ലാസ് റൂം ബിൽഡിംഗ്. ക്ലാസ് റൂം ബിൽഡിങ്ങിന് വരുന്ന ലൈവ് ലോഡ് അത് മാർക്ക് ചെയ്തേക്ക്. ഓപ്ഷൻ സി, 400 kg/m². കേട്ടോ. ക്ലാസ് റൂം ബിൽഡിങ്ങിന് വരുന്നത് 400 ആണ് വരുന്നത്. അടുത്തത് 345. ദി ഇമാജിനറി ലൈൻ കണ്ടെയ്നിങ് വെർട്ടിക്കൽ ജോയിന്റ്സ് ഓഫ് എ മേസണറി. ഏതാണ് ഇമാജിനറി ലൈൻ കണ്ടെയ്നിങ് വെർട്ടിക്കൽ ജോയിന്റ്സിന്? ആ ലൈൻ ഏതാ പറയാ? അതിന് പെർപെൻസ്. ദി ഔട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് എ ഫ്ലഷ് ഡോർ. ഡോറിന്റെ ഔട്ടർമോസ്റ്റ് പാർട്ടിന് എന്താണ് പറയാ? കോർ, ലാമിനീസ്, ദെൻ ഫ്രെയിം, പ്ലാങ്ക്.
ഏതാണ് വരിക? ആ വേർഡ് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് എൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് വരുന്നത്? ആ വേർഡ് അങ്ങനെ തന്നെയാണോ? കറക്ഷൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ? ഉണ്ടോ? ഇതില് ബി തന്നെയാ കിടക്കുന്നത്. ബി അല്ലേ? നോക്കട്ടെ കേട്ടോ, ഞാൻ അതിന്റെ ഫിഗർ ഉണ്ടെങ്കിൽ നോക്കാം. ഇനി മിനിമം തിക്നെസ് ഓഫ് ബ്രിക്ക് മേസണറി വാൾ ഈസ് എത്രയാണ്? ബ്രിക്ക് മേസണറി വാളിന്റെ മിനിമം തിക്നെസ് എത്രയാണ്? ഓപ്ഷൻ വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എത്ര വരാ? 20 centimeter. 20 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി. അടുത്തത് ദി ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാൾ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ് ഈസ് നോൺ ആസ് ഹിപ്പ്, ഗേബിൾ, വാലി, വെർജ്. ഏതാണ് വരിക? ഗേബിൾ. ഓപ്ഷൻ ബി, ഗേബിൾ. ഇനി 1:1:2 ഏത് മിക്സ് ആണ് വരുന്നത്? 1:1:2 വരുന്നത് 15, 20, 25, 30. 1:1:2 വരുമ്പോ ഏത് മിക്സ് ആ വരിക? ലാസ്റ്റ് വരുന്ന M25. അടുത്തത് ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ. ഒരു അൺസേഫ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷോറിംഗ്, അണ്ടർപിന്നിങ്, സ്കഫോൾഡിംഗ്, ടിംബറിംഗ്. ഏതാണ് വരിക? ഷോറിംഗ്. ഫൗണ്ടേഷന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാലാണ്, അതായത് എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ അണ്ടർപിന്നിങ് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തത് ഇൻ അണ്ടർറീംഡ് പൈൽ എ ബൾബ് ക്യാൻ ഇൻക്രീസ് ദി ബയറിംഗ് കപ്പാസിറ്റി ഓഫ്. ആരുടെയോ മ്യൂട്ട് ചെയ്യാനുണ്ട്. ഫൗണ്ടേഷൻ തന്നെയല്ലേ ചോദിച്ചേക്കുന്നത്? അൺസേഫ് ഫൗണ്ടേഷൻ. ആ ശരിയാണല്ലോ, അൺസേഫ് ഒരു ഫൗണ്ടേഷൻ തന്നെയാ, underpinning അണ്ടർപിന്നിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു സപ്പോർട്ട് അൺസേഫ് ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർപിന്നിങ് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, അണ്ടർപിന്നിങ്. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അണ്ടർപിന്നിങ് ആണ്. ഫൗണ്ടേഷൻ തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്? അൺസേഫ് ഫൗണ്ടേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ അണ്ടർപിന്നിങ് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് ഇൻ അണ്ടർറീംഡ് പൈൽ എ ബൾബ് ക്യാൻ ഇൻക്രീസ് ദി ബയറിംഗ് കപ്പാസിറ്റി. എത്ര വരെയാണ് ഒരു ബൾബിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? 10, 20, എത്ര പെർസെന്റേജ് വരെയാണ്? 10, 20, 30 ആൻഡ് 50. എത്രയാണ് വരുന്നത്? ബയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എത്ര 50% വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ബയറിംഗ് കപ്പാസിറ്റി. ഒരു ബൾബിന് 50% വരെ ബയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദി സ്ലാബ് ഓർ ഷീറ്റ് ഓഫ് വുഡ് യൂസ്ഡ് ടു കവർ ദി റൂഫ്. റൂഫിനെ കവർ ചെയ്യുന്ന ആ സ്ലാബ് അല്ലെങ്കിൽ ഷീറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? പ്ലാങ്ക്, പ്ലേറ്റ്, ഷിംഗിൾ, സ്ലേറ്റ്. ഏതാണ് വരാ? നമ്മൾ കൊടുക്കാറുള്ളതാണ്, നമുക്ക് ആലോചിച്ചറിയാവുന്നതാണ്. എന്താ അതിനെ പറയാം? ഇതിൽ ഓപ്ഷൻ ആയിട്ട് എടുക്കാവുന്നത് ഷിംഗിൾ. ഓപ്ഷൻ സി, ഷിംഗിൾ ആണ് കേട്ടോ. അടുത്തത് ടു കവർ 1 square meter of a pitched roof, dash number of MP tiles are required. 256, 48, 16, 100. എത്ര ടൈൽസ് ആണ് വേണ്ടി വരിക? ഒരു 1 square meter ഓഫ് പിച്ച് റൂഫ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് ടൈൽസ് ആണ് വേണ്ടതെന്നാ പറയുന്നത്? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ, 16 നമ്പർ ഓഫ് ടൈൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വാട്ട് ഈസ് DPC? DPC എന്ന് പറയുന്നത് എന്താ? ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഡാം പ്രൂഫ് കോഴ്സ്. ഓപ്ഷൻ സി. അടുത്തത് ദി ലോവർ ഹാഫ് പോർഷൻ ഓഫ് എൻ ആർച്ച് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂബാക്ക് ഈസ്. ഏതാണ്? സ്പാൻഡ്രൽ, എക്സ്ട്രാഡോസ്, ഹോൺസ്, സോഫിറ്റ്. ഏതാണ് വരുന്നത്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഏതാ വരാ? ഹോൺസ്. ഓപ്ഷൻ സി. എ ബിൽഡിംഗ് ഓഫ് എക്സെപ്ഷണൽ ഹൈറ്റ് ആൻഡ് മെനി സ്റ്റോറീസ് സപ്പോർട്ടഡ് ബൈ എ steel or concrete framework is high-rise building, skyscraper, multi-story building, mid-rise building. ഏതാണ് വരിക? എ ബിൽഡിംഗ് ഓഫ് എക്സെപ്ഷണൽ ഹൈറ്റ്, സ്റ്റീലൊക്കെ വെച്ച് ഹൈ-റൈസ് ബിൽഡിംഗ് ആണ് അല്ലേ? അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്? സപ്പോർട്ടഡ് ബൈ എ സ്റ്റീൽ ഓർ കോൺക്രീറ്റ് ഫ്രെയിംവർക്ക്, ദാറ്റ് ഈസ് ഹൈ-റൈസ് ബിൽഡിംഗ് ആണ്. ഓപ്ഷൻ എ. അതന്നെയല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്? മുമ്പുള്ള ഒരു മാർക്ക് ചെയ്ത പോലെ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.
എ ബ്രിക്ക് ബോണ്ട് ഹാവിങ് കാവിറ്റി ഇൻ ബിറ്റ്വീൻ. ഒരു കാവിറ്റി ഉണ്ടാവുന്ന ആ ഒരു ബോണ്ടിനെ നമ്മൾ എന്താ പറയാ? ഏത് ബോണ്ടിലാണ് ഒരു കാവിറ്റി ഉണ്ടാവുന്നത്? റാറ്റ് ട്രാപ്പ് ബോണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ, റാറ്റ് ട്രാപ്പ് ബോണ്ട്. ഓർഡിനറി വിൻഡോസ് ഈസ് ടെക്നിക്കലി നോൺ ആസ്. ഏതാണ് ഓർഡിനറി വിൻഡോനെ പറയുന്ന വേറെ പേരെന്താണ്? സാധാ വിൻഡോനെ പറയുന്ന പേരെന്താ? ബേ വിൻഡോ, ഡോർമർ വിൻഡോ, കേസ്മെന്റ് വിൻഡോ, പിവോട്ടഡ് വിൻഡോ. ഏതാണ്? ഓപ്ഷൻ സി. സാധാ ടൈപ്പ് വിൻഡോനെ പറയുന്ന ഒരു പേര് തന്നെയാണ് കേസ്മെന്റ് വിൻഡോ എന്ന് പറയുന്നത്. ഓർഡിനറി വിൻഡോ തന്നെയാണ് കേസ്മെന്റ് വിൻഡോ. അടുത്തത് എ റൂം ഓർ സ്പേസ് ഡയറക്ട്ലി അണ്ടർ ദി റൂഫ് ഓഫ് എ ബിൽഡിംഗ്. ഏതാണ് അത് വരിക? മെസ്നൈൻ, സെല്ലാർ, ആട്രിയം, ആറ്റിക്. ഏതാണ് വരുന്നത്? ആറ്റിക് ആണ് കേട്ടോ അത്, ആറ്റിക്. ഓപ്ഷൻ ഡി. എ റൂം ഓർ സ്പേസ് ഡയറക്ട്ലി അണ്ടർ ദി റൂഫ് ഓഫ് എ ബിൽഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ആറ്റിക്. ഓപ്ഷൻ ഡി. ഇനി അടുത്തത് പിച്ച് ഓഫ് എ ഫ്ലാറ്റ് റൂഫ്. ഫ്ലാറ്റ് റൂഫിന്റെ പിച്ച് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? എന്തായിരിക്കും പിച്ച്? ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുമ്പോൾ അതിന് പിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എത്ര വരാ? ഇത് 0 ഡിഗ്രി ആണ് കേട്ടോ. 0 ഡിഗ്രി. 0 ഡിഗ്രി. സോ ഓപ്ഷൻ എ ആണ് വരുന്നത്, 0 ഡിഗ്രി. അടുത്തത് എ കട്ട് ഇൻ ദി ഫ്രെയിം ഓഫ് എ ഡോർ ടു റിസീവ് ദി ഷട്ടർ. ഷട്ടർ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കട്ടിനെ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് റിബേറ്റ്. ഓപ്ഷൻ സി, റിബേറ്റ്. Then upper horizontal member of a queen post truss. ഏതാണ്? ക്വീൻ റോഡ്, സ്ട്രട്ട്, സ്ട്രെയിനിങ് സിൽ, സ്ട്രെയിനിങ് ബീം. ഏതാണ് വരിക? അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ക്വീൻ പോസ്റ്റ് ട്രസ്, സ്ട്രെയിനിങ് ബീം. ആ ട്രസ്സിൽ കുറെ ഇതുപോലത്തെ വേർഡ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് നല്ലോണം പഠിക്കാൻ പറ്റുക. അതിന്റെ ചില വീഡിയോസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പഠിക്കാൻ നോക്കാം കേട്ടോ. അടുത്തത് കളർ നൊട്ടേഷൻ ഫോർ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ടു ബി ഡെമോളിഷ്ഡ് ഈസ് ബ്ലാക്ക് ബാച്ചിങ്, ബ്രൗൺ ബാച്ച് ഹാച്ചിങ്, ഹാച്ചിങ് ആണ്, റെഡ് ഹാച്ചിങ്, യെല്ലോ ഹാച്ചിങ്. ഏതാണ് കളർ നൊട്ടേഷൻ ഫോർ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്? ഏതാണ് വരുന്നത്? യെല്ലോ ഹാച്ചിങ്. അടുത്തത് ഡാഷ് ഈസ് എ സ്മോൾ റൂം അറ്റാച്ച്ഡ് ടു ദി ഡൈനിങ് ഹാൾ ഫോർ കീപ്പിംഗ് കുക്ക്ഡ് ഫുഡ്. ഏതാണ്? കുക്ക്ഡ് ഫുഡ് വെക്കാനുള്ള ആ ഒരു ഏരിയനെ നമ്മൾ എന്താ പറയാ? പാൻട്രി. ഓപ്ഷൻ സി, പാൻട്രി. An imposing door or gateway emphasized by size and architectural treatment is called gateway, portico, portal, tower. ഏതാണ്? imposing door or gateway. ഏതാണ് വരുന്നത്? അത് പോർട്ടൽ ആണ് കേട്ടോ. ഓപ്ഷൻ സി, പോർട്ടൽ. നെക്സ്റ്റ് എ ഫ്രീ സ്റ്റാൻഡിംഗ് റൂഫ്ഡ് സ്ട്രക്ചർ affording shade and rest in a garden or park. ഏതാണ് വരിക? ഗാസ്ബോ, കുറെ വേർഡ്സ് ഉണ്ട്. പ്ലാസ, ഗാലറി, പെർഗോള. ഏതാണ് വരിക? 360. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ മാർക്ക് ചെയ്യേണ്ട ആൻസർ. ഓപ്ഷൻ എ. ഒരു ഗാർഡനിലൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഷെയ്ഡിനെ പറയുന്നതാണെന്ന് തോന്നുന്നു. ഗാസ്. ദി ഓർണമെന്റൽ മോൾഡഡ് കോഴ്സ് പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി വാൾ. ഏതാണ്? അത് ഞാൻ മാർക്ക് ചെയ്യാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓർണമെന്റൽ. ഇപ്പൊ ഏതാ വരിക? കോർണൈസ്. ORN. അത് നോക്കിയാൽ മതി. ആ ഒരു ടേം ഉള്ളത് കോർബലായിട്ട് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ഒന്ന് മനസ്സിലാക്കുക. ഓർണമെന്റൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓർണമെന്റൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓർണമെന്റൽ എന്ന് പറയുമ്പോൾ ഓർണമെന്റൽ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോർണൈസ് ആണ്. അടുത്തത് റിസസ് ഓർ സ്മോൾ റൂം കണക്റ്റഡ് ടു ഓർ ഫോമിംഗ് part of a larger room is called suite, gallery, alcove, corridor. ഏതാണ് വരിക? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ, alcove. A recess or a small room connected to or for movement part of a larger room is called alcove. Which one of these is a tangible feature of the site? ക്വസ്റ്റ്യൻ അന്നേരം കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ടാഞ്ചിബിൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലായിരുന്നു.
ടച്ചോ. And option power supply line, zoning, building code, sacredness of the site. അത് പവർ സപ്ലൈ ലൈൻ ആണ് അതിന്റെ ആൻസർ പറയുന്നത്. എന്റെ മീനിങ് ആർക്കെങ്കിലും അറിയോ? ചേഞ്ച് വരുത്താൻ പറ്റുന്നതെന്നാന്ന് തോന്നുന്നു മിസ്സേ. ആണോ? ഓക്കെ ഓക്കെ. പവർ സപ്ലൈ ലൈൻ ആണ് അതിന്റെ ആൻസർ എടുക്കുന്നത്. അടുത്തത് ദി കോൺക്രീറ്റ് സ്ലം റെക്കമെൻഡഡ് ഫോർ, ഞാൻ മാർക്ക് ചെയ്തിടാം, ഈ ഡൗട്ട് ഉള്ളതെല്ലാം കൂടി ഒരു ദിവസം പറഞ്ഞറിയാം. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് പറഞ്ഞിടാം. ദി കോൺക്രീറ്റ് സ്ലം റെക്കമെൻഡഡ് ഫോർ ബ്രീംസ് ആൻഡ് സ്ലാബ്സ്. എത്ര വരുന്നത് സ്ലംബ്? ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. എത്രയാണ് പറഞ്ഞു? എത്രയാണ് കോൺക്രീറ്റ് സ്ലംബ് വരുന്നത്? ഹൈറ്റ് എത്ര വരുന്നത്? സ്ലാബ്സ്, ബീംസിനും സ്ലാബ്സിനും അതിന്റെ വാല്യൂ എത്ര വരാം? 50 to 100 mm ആണ് കേട്ടോ. ഓപ്ഷൻ ബി 50 to 100 mm. ഇത് തീർക്കണോ എന്നാ? ഇതൊരു 30 ദിവസത്തിനും കൂടി ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. 400 ആണ്. 400 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നോക്കട്ടെ. എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ടു ലാൻഡിങ്സ് ഈസ് കോൾഡ്. ഏതാ വരാ? സീരീസ് ഓഫ് സ്റ്റെപ്സിന് നമ്മൾ എന്താ പറയാ? ഫ്ലൈറ്റ്, ബാലസ്റ്റർ, വിൻഡർ, സോഫിറ്റ്. ഏതാ വരാ? ഫ്ലൈറ്റ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ്. ദി റൈസ് ഓഫ് സ്റ്റെപ്സ് ഓഫ് സ്റ്റെയർ റെക്കമെൻഡഡ് ഫോർ പബ്ലിക് ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിങ്ങിന് റൈസ് എത്രയാണ് കൊടുക്കേണ്ടത്? എത്രയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 15 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി 15 സെന്റിമീറ്റർ. ദി വിഡ്ത്ത് ഓഫ് ലാൻഡിംഗ് ഓഫ് എ സ്റ്റെയർ കേസ് ഈസ്. ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് എത്രയാണ് വരാ? ഈക്വൽ ടു ഓപ്ഷൻ എ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഇറ്റ്സ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് തന്നെയാണ് നമ്മൾ ലാൻഡിങ് വിഡ്ത്ത് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഫ്ലൈറ്റിന്റെ വിഡ്ത്ത് തന്നെയാണ് നമ്മുടെ ലാൻഡിങ്ങിന്റെ വിഡ്ത്തും ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദി ട്രെഡ് വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ ഡിസൈൻഡ് ഫോർ എ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് കൊടുക്കുന്ന ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ട്രെഡ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ, നമ്മൾ കാല് വയ്ക്കുന്ന സ്ഥലം, അത് എത്രയാണ് കൊടുക്കണ്ടേ? ഹോസ്പിറ്റൽ ബിൽഡിങ്സിന് എത്രയാണ് ലിമിറ്റ് വരുന്നത്? ഈ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നേ അല്ലെ? എത്ര വരുന്നേ? 374. 30 സെന്റിമീറ്റർ ആണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് തെറ്റിപ്പോയത്. ഓപ്ഷൻ ഡി 30 സെന്റിമീറ്റർ ആണ് ഹോസ്പിറ്റൽ ബിൽഡിങ്സിന് ട്രെഡ് വിഡ്ത്ത് കൊടുക്കുന്നത്. 30 സെന്റിമീറ്റർ. 30 ആണ് കേട്ടോ. അടുത്തത്, ഇൻ ദ കിങ് പോസ്റ്റ് ട്രസ് ദർ ഇസ് എ സെൻട്രൽ വെർട്ടിക്കൽ മെമ്പർ ജോയിനിങ് വിത്ത് ടൈ ബീം. This joint is strengthened by. In king post truss, there is a central vertical member joining with a tie beam. This joint is strengthened by. എന്ത് വെച്ചിട്ടാണ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്? സ്ട്രട്ട്, ജിബ് ആൻഡ് ക്വാർട്ടർ അറേഞ്ച്മെന്റ്, MS സ്ട്രാപ്പ്, പർലിൻ ആൻഡ് ക്ലീറ്റ്. ഏത് വെച്ചിട്ടാണ്? അത് ട്രാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. MS സ്ട്രാപ്പ് വെച്ചിട്ടാണ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അങ്ങനെ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് 376. ദി ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് റെക്കമെൻഡഡ് ഫോർ ആസ്ബെസ്റ്റോസ് സിമന്റ് ഫ്ലോറിംഗ്, സിമന്റ് റൂഫിംഗ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ഷീറ്റ് ഈസ്. ഇത് കുറച്ച് അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ പോർഷനിൽ. ദി ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് റെക്കമെൻഡഡ് ഫോർ ആസ്ബെസ്റ്റോസ് സിമന്റ് റൂഫിംഗ് അലോങ് ദി ലെങ്ത് ഓഫ് ദി ഷീറ്റ് ഈസ് 15, 30, 50, 40 സെന്റിമീറ്റർ. എത്രയാണ് വരുന്നത്? ഓവർലാപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 15 സെന്റിമീറ്റർ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ചില ടൈമിൽ നമ്മൾ കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ. അടുത്തത്, ദി സിംഗിൾ സ്റ്റോറി യൂണിറ്റ് സ്റ്റാക്ഡ് വൺ അബവ് ദി അതർ ടു എ ഹൈറ്റ് ഓഫ് 2 or 3 ആക്സസിബിൾ ബൈ എ കോമൺ സ്റ്റെയർ. ഒരു സിംഗിൾ സ്റ്റെയർ വെച്ചിട്ട് ആക്സസ് ചെയ്യാവുന്നത്. സിംഗിൾ ഫാമിലി ഹൗസ്, റോ ഹൗസ്, വാക്കപ്പ് അപ്പാർട്ട്മെന്റ്, ഹൈ റൈസ് അപ്പാർട്ട്മെന്റ്. ഏതാണ് വരിക? സിംഗിൾ സ്റ്റോറി യൂണിറ്റ് ആണ്. സ്റ്റാക്ഡ് വൺ അബവ് ദി അതർ. ഹൈറ്റ് ഓഫ് 2 അല്ലെങ്കിൽ 3 സ്റ്റോറി ഉണ്ടായിരിക്കും. ആക്സസിബിൾ ബൈ എ കോമൺ സ്റ്റെയർ ആണ് ഉണ്ടായിരിക്കുക. അത് ഏതാണ് വരിക? ദാറ്റ് ഈസ് വാക്കപ്പ് അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി മാർക്ക് ചെയ്യുക, വാക്കപ്പ് അപ്പാർട്ട്മെന്റ്. അടുത്തത്, ദി ബെസ്റ്റ് സിസ്റ്റം ഓഫ് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ. ആർട്ടിഫിഷ്യൽ വെന്റിലേഷന് എക്സാമ്പിൾ ഏതാണ് ഇതില് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്? നോർമലി അല്ല, ആർട്ടിഫിഷ്യലിന് ബെസ്റ്റ് സിസ്റ്റം ഓഫ് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ഏതാണ് വരിക? എയർ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി.
ദി പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് താഴെ കൊടുക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ എന്താ പറയാ? Substructure. ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സബ്സ്ട്രക്ചർ. എ സ്പ്രെഡ് ഫൂട്ടിംഗ് വിച്ച് സപ്പോർട്ട്സ് 2 or more columns is termed as. ഏതാണ് ഒരു സ്പ്രെഡ് ഫൂട്ടിംഗ് സപ്പോർട്ട് ഒന്നോ രണ്ടോ അതിലധികമോ കോളംസിനെ ഏതാണ് വരുന്നത്? കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഓപ്ഷൻ എ. അടുത്തത് ദി സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട് ഇൻ ബ്രിക്ക് വർക്ക്. ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. ഏതാണ് കോമൺലി യൂസ് ചെയ്യുന്ന ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ട്. ഓപ്ഷൻ ഡി ഇംഗ്ലീഷ് ബോണ്ട്. ഫോർ സൈറ്റ് എക്സ്പ്ലോറേഷൻ ഹാൻഡ് ഓഗേഴ്സ് ആർ. ഹാൻഡ് ഓഗേഴ്സ് എത്ര ഡെപ്തിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക? ടെസ്റ്റ് ബിറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 3 മീറ്ററിലാണ്. ഹാൻഡ് ഓഗേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എത്ര ഡെപ്തിലേക്കാണ് യൂസ് ചെയ്യുക? 6 മീറ്ററിലാണ് കേട്ടോ. അത് ഓരോന്നിന്റെയും ഓരോ ടൈപ്പ് മെത്തേഡിന്റെയും അത് ഓർത്ത് വെച്ചോളൂ. ടെസ്റ്റ് ബിറ്റ് വരുമ്പോൾ 3 മീറ്ററും ഹാൻഡ് ഓഗേഴ്സ് യൂസ് ചെയ്യുമ്പോൾ 6 മീറ്റർ ആണ് അതിന്റെ ഡെപ്ത് വരുന്നത്. എ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിംഗ്. ലെങ്ത് വൈസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസറിനെ എന്താ പറയാ? പീസിനെ നമ്മൾ എന്താ പറയാ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഏതാ? ക്വീൻ ക്ലോസർ. ദി ഫിനിഷ്ഡ് വെർട്ടിക്കൽ സൈഡ് ഓഫ് ആൻ ഓപ്പണിംഗ് ഫോർ ഡോർ, വിൻഡോ ഓർ ഫയർ പ്ലേസ് ഈസ് കോൾഡ്. ഫിനിഷ്ഡ് വെർട്ടിക്കൽ സർഫസിനെ നമ്മൾ എന്താ പറയുന്നത്? വെർട്ടിക്കൽ സൈഡ് ഓഫ് ഏതാ വരാ? ജാമ്പ്. ഓപ്ഷൻ സി. അടുത്തത് ഹൊറിസോണ്ടൽ മെമ്പർ യൂസ്ഡ് ടു സപ്പോർട്ട് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എബവ് ആൻ ഓപ്പണിംഗ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഏതാ? സ്ട്രിംഗ്, കോർണൈസ്, കോപ്പിംഗ്, ലിൻഡൽ. ഏതാണ് വരിക? ലിൻഡൽ. എന്റെ മുകളിൽ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലിൻഡൽ ആയിരിക്കും. ഓപ്പണിങ്ങിന്റെ മുകളിൽ വരുന്നത് ലിൻഡൽ. ദി മേസണറി സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ആക്യുറേറ്റ്ലി ഡ്രസ്ഡ് സ്റ്റോൺസ്, എക്സ്ട്രീംലി ഫൈൻ ബെഡ് ആൻഡ് എൻഡ് ജോയിന്റ്സ്. ഏതായിരിക്കും? നമ്മൾ പറഞ്ഞതാണ് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ് വെക്കുന്നതന്നെ നമ്മൾ എന്ത് ടൈപ്പ് മേസണറി ആണെന്ന് പറഞ്ഞേ? ആഷ്ലാർ മേസണറി. ഓപ്ഷൻ ബി ആഷ്ലാർ മേസണറി. എൻഡ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച്. എൻഡ് സപ്പോർട്ടിനെ എന്താ പറയാ? അബട്ട്മെന്റ്. ഇന്റർമീഡിയറ്റ് സപ്പോർട്ടോ? Pier. പിയർ. An unbroken series of steps between landings. ഏതാണ്? റൈസ്, സോഫിറ്റ്, ഫ്ലൈറ്റ്, ഹെഡ്റൂം. സീരീസ് ഓഫ് സ്റ്റെപ്സിന് എന്താണ് പറയാ? എന്താണ്? ഫ്ലൈറ്റ്. ഓപ്ഷൻ സി ഫ്ലൈറ്റ്. അടുത്തത് ദി സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഇൻ വിച്ച് റാഫ്റ്റേഴ്സ് സ്ലോപ്പ് ടു വൺ സൈഡ് ഓൺലി can be called as. ഒരു സൈഡിലേക്ക് മാത്രം സ്ലോപ്പ് ചെയ്യുന്നതന്നെ കപ്പിൾ റൂഫ്, എയ്സൽ റൂഫ്, കപ്പിൾ ക്ലോസ് റൂഫ്, കോളർ ബീം റൂഫ്. ഏതാണ് വരിക? ഉം? 389 എയ്സൽ റൂഫ് ആണ് കേട്ടോ. എയ്സൽ റൂഫ്. അടുത്തത് ദി ജോയിന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദി വിഡ്ത്ത് ഓഫ് boards or planks are called lengthening joint, bearing joint, framing joint, widening joint. Used to extend the width of planks. ഏതാണ് വരിക? That is widening joint. Option D widening joint. ഈ പോർഷൻ കുറച്ചൊന്ന് മാർക്ക് ചെയ്ത് ഒന്നിരുന്ന് വായിച്ചു പഠിക്കാം കേട്ടോ. വൈഡനിങ് ജോയിന്റ് ആണ്. പിന്നെ നമുക്ക് എടുക്കാത്തതിന്റെ ഉണ്ടാവും. ക്ലാസ് നിങ്ങൾക്ക് എടുക്കാത്തതിന്റെ ഉണ്ടായിരിക്കും. ദി ജോയിന്റ് ഫോംഡ് ബൈ ഫിറ്റിംഗ് ദി എൻറ്റയർ തിക്നെസ് ഓഫ് ദി എൻഡ് ഓഫ് വൺ മെമ്പർ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ ടു അനദർ പീസ്. ഒരെണ്ണത്തിന്റെ ഉള്ളിലേക്ക്. ഏത് ടൈപ്പ് ജോയിന്റ് ആണ് അത് വരുന്നത്? കോർവ്ഡ് ജോയിന്റ്, ഹൗസ്ഡ് ജോയിന്റ്, നോച്ച്ഡ് ജോയിന്റ്, ഹാഫ്ഡ് ജോയിന്റ്. ഏതാണ് വരുന്നത്? ഒരെണ്ണത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് അടുത്തതിനെ കയറ്റി വെക്കുന്ന ആ ഒരു ജോയിന്റിനെ പറയുന്നത് ഹൗസ്ഡ് ജോയിന്റ്. ഓപ്ഷൻ ബി ഹൗസ്ഡ് ജോയിന്റ്. അടുത്തത് വിച്ച് ഓഫ് ദിസ് ഈസ് ദ നാച്ചുറൽ ഫീച്ചർ ഓഫ് എ സൈറ്റ്? ഒരു സൈറ്റിന്റെ നാച്ചുറൽ ഫീച്ചർ ആയിട്ട് പറയാവുന്നത് ഏതാ? ഫിസിയോഗ്രഫി, സർവീസ്, യൂട്ടിലിറ്റി, കൾച്ചറൽ അട്രാക്ഷൻ. ഏതാണ് നാച്ചുറൽ ഫീച്ചർ തന്നിരിക്കുന്നതില്? അത് ഓപ്ഷൻ എ ആണ്, ഫിസിയോഗ്രഫി. കൾച്ചറൽ അട്രാക്ഷൻ ഒക്കെ വരുന്ന ആർട്ടിഫിഷ്യൽ ആണ്. സോ നാച്ചുറൽ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് ഫിസിയോഗ്രഫി. ആസ് പെർ ബിൽഡിംഗ് ബൈലോ സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാന്റെ സ്കെയിൽ എത്ര വരുന്നത്? 1:, ഏതാണ് വരുന്നത്? 1:400. 400. ഓപ്ഷൻ സി 1:400.
Piles driven at an inclination to resist inclined or horizontal. Inclinationൽ കൊടുക്കുന്ന പൈൽസിന് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ഒരു ഇൻക്ലിനേഷനിൽ കൊടുക്കുന്ന ആ പൈലിനെ ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കുന്ന പൈൽസിന് എന്താ പറയാ? ബാറ്റർ പൈൽ. ബാറ്റർ പൈൽ. ഓപ്ഷൻ ഡി ബാറ്റർ പൈൽ. അടുത്തത് എ ഫുൾ ബ്രിക്ക് വിച്ച് ഇസ് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ഫേസ് ഓഫ് ദി വാൾ. ഏതാ വരിക? ലെങ്ത് പെർപെൻഡിക്കുലർ ടു ഫേസ് ഓഫ് ദി വാൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരിക? ഏതാ വരിക? ഹെഡർ. പെർപെൻഡിക്കുലർ വരുമ്പോ ഹെഡർ ആണ്. ഇതിൽ എന്തായാലും സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല. The horizontal upper part of a step on which foot is placed while ascending or descending. ഫൂട്ട് വെക്കുന്ന ആ പോർഷനെ നമ്മൾ എന്താ പറയാ? കാല് വെക്കുന്ന ആ പോർഷൻ ഏതാ? ട്രെഡ്. ത്രെഡ്. To construct 10 centimeter thick partition wall. Partition wallന് നമ്മൾ എന്ത് ബോണ്ടാ യൂസ് ചെയ്യാം? പാർട്ടീഷൻ വാൾ എന്ത് ബോണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? 10 സെന്റിമീറ്റർ തിക്ക് കിട്ടാനായിട്ട് സ്ട്രെച്ചർ ബോണ്ട്. ഓപ്ഷൻ ഡി. അതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴെപ്പോഴും ചോദിക്കാറുള്ളതാണ്. പാർട്ടീഷൻ വാൾ, സ്ട്രെച്ചർ ബോണ്ട്. When waterproofing compound is added to the concrete, which എന്താണ് വരുന്നത്? Corrects a badly proportioned concrete mix towards immature green concrete, prevents leakage and dampness, all of the above. ഏതാ വരിക? Waterproofing compound is added to concrete, which അത് all of the above ആണ് കേട്ടോ. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, all of the above. 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഹാഫ് വിഡ്ത്ത് ഫുൾ ലെങ്ത് ബ്രിക്ക് ഈസ്. ഹാഫ് വിഡ്ത്ത് ആവുന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ക്വീൻ ക്ലോസ്. ഓപ്ഷൻ ബി ക്വീൻ ക്ലോസ്. ഇനി മിസ് 398 ഓപ്ഷൻ സി ആണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. 390 PSC കീയില് അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓൾ ഓഫ് ദി അബോവ് ആണ് അത് വരുന്നത്. ഒന്നുകൂടി ചോദിച്ചു നോക്കാം മിസ്സിനോട്. എൻ്റെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഓൾ ഓഫ് ദി അബോവ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. പക്ഷെ PSC കീയില് വരുന്നത് സി ആണ്. നോക്കി നോക്കാം. നോക്കാട്ടോ. അടുത്തത് ഈ റെഡ്, ഞാൻ ഫയല് PDF ഇടുമ്പോ റെഡ് ഉള്ളത് ഡൗട്ട് ആണ് കേട്ടോ. യെല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാവിറ്റി വാൾസ് ആർ പ്രൊവൈഡഡ്. എന്തിനു വേണ്ടിയിട്ടാണ് കാവിറ്റി വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ഡാംപ്നെസ്, ഫോർ ഹീറ്റ് ഇൻസുലേഷൻ, സൗണ്ട് ഇൻസുലേഷൻ, ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കും? ഓൾ ഓഫ് ദി അബോവ്. സോ ഇത്രയാണ് റാങ്ക് ഫയലിന്റെ ക്വസ്റ്റ്യൻസ്. അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ആ ഡൗട്ടഡ് ക്വസ്റ്റ്യൻസ് ആദ്യം പറഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ്. ഏതാണ്? 347 മിനിമം തിക്നെസ് ഓഫ് ഡിക് മേസൺറി വാൾ അത് 10 സെന്റിമീറ്റർ എടുത്തൂടെ? പാർട്ടീഷൻ വാൾ ആണെങ്കിൽ 10 അല്ലേ വരിക? പാർട്ടീഷൻ വാൾ ആവുമ്പോ 10 എടുക്കാം. ഇതില് നോർമൽ ബോണ്ടിന്റെ കേസില് എന്താണ്? സ്ട്രക്ചർ ബോണ്ട് ആണെങ്കിൽ നമ്മൾ 10 സെന്റിമീറ്റർ അതെടുക്കുന്നുണ്ട്. പക്ഷെ ഇതില് വരുമ്പോ സാധാ വാളായിട്ടാവും അത് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് 20 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നത്. പാർട്ടീഷൻ വാൾ എന്നൊക്കെ പറയുമ്പോൾ അത് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയും. മിസ് 268 ഒന്ന് കൺഫേം ചെയ്യുമോ? ഏതാണ്? 268 ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണത്. ഡൗട്ട് ഉണ്ടോ അത്? ഹോസ്പിറ്റൽ ബിൽഡിംഗില് കൊമേഴ്ഷ്യൽ അപ്പൊ അത് 2 റെസിഡൻഷ്യൽ ആവുമ്പോഴല്ലേ 3? റെസിഡൻഷ്യൽ ശരിയാണ്. അത് ശരി, നോക്കാം. ഓക്കെ. ഇനി വല്ലതും ഡൗട്ട് ഉണ്ടോ? ഞാനേ കോഡിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് 350 ടെമ്പററി സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടില്ലേ? മറ്റേ അണ്ടർ പിന്നിങ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ന്യൂ ഫൗണ്ടേഷൻ ആണെങ്കിൽ അല്ല അണ്ടർ പിന്നിങ്. ഇതില് ഫൗണ്ടേഷന്റെ കാര്യമല്ലേ എന്തായാലും ചോദിച്ചിരിക്കുന്നത്. ടു സപ്പോർട്ട് ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെടുക്കാന്നൊരു ഡൗട്ട്. പക്ഷെ അത് അവിടെ കീവേഡ് ആയിട്ട് എടുക്കേണ്ടത് അൺസേഫ് ഫൗണ്ടേഷൻ ആണ്. അങ്ങനെയാണ് അത് അണ്ടർ പിന്നിങ് എടുത്തിരിക്കുന്നത്. അതാണ് കീയും മാർക്ക് ചെയ്തിരിക്കുന്നത്. ആണെന്ന് ചോദിച്ചു നോക്കാം. പക്ഷെ അതിൽ ഡൗട്ട് ഒന്നും ഇല്ല, അണ്ടർ പിന്നിങ് തന്നെയാണ്. കാരണം അൺസേഫ് ഫൗണ്ടേഷനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർ പിന്നിങ് തന്നെയാണ് വരിക ഒബ്വിയസ്ലി. അത് തന്നെയാണ്, അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അണ്ടർ പിന്നിങ് തന്നെയാണ് വരിക. വേറെ ഏതെങ്കിലും ഉണ്ടോ ഇനി ഡൗട്ട്? അപ്പോൾ ലീവ് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ വേറെ ഫയൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ.
Okay, thank you. Thank you, Miss. Okay, thank you.